എന്താണ് പ്രൊമോഷൻ? ഒരു 7 പേര് വട്ടം കൂടി ഇരുന്ന് ഒരു വലിയ ചാനലിന് കൊടുക്കുന്നതാണോ ശരിക്കും ഒരു സിനിമയുടെ പ്രൊമോട്ടിങ് പാരഡൈം എന്ന് പറയുന്നതാണോ? അതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിനൊരു ഉത്തരവുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല സിനിമകൾക്കും ആദ്യ ദിവസം ഫുള്ളാള് വരണമല്ലോ, ഈ പ്രൊമോട്ട് ചെയ്ത പോലെ. പല ഓൺലൈനിലും പ്രഗത്ഭരായ, ഓൺലൈൻ ഇന്റർവ്യൂ കൊണ്ട് പ്രഗത്ഭരായ പല നടന്മാരുടെയും സിനിമകൾ ആദ്യ ദിവസം വരണമല്ലോ. അപ്പം അതല്ല, അതുകൊണ്ട് ഒരു സിനിമ ആ പ്രൊമോഷൻ കൊണ്ട് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൊമോഷൻ കൊണ്ട് അതിനേക്കാൾ ഏറെ ഒരു സിനിമ വർക്കാവുന്ന അതിൻ്റെ വർത്ത് കൊണ്ടാണ്. എനിക്ക് പേഴ്സണലി ഐ ബിലീവ് പ്രൊമോഷൻ ഷുഡ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഫിലിംസ് റിലീസ്. അന്ന് വൈകുന്നേരം അത് തുടങ്ങും. മറ്റതെല്ലാവരും അറിയും ഈ പടം ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് എല്ലാവരും വിളിച്ചിട്ട് നിങ്ങളുടെ സമയം മെനക്കെടുക്കേണ്ട കാര്യമില്ല, അവരുടെ സമയം. അതുപോലെ അങ്ങനെ ഒരുപാട് പേരിരുന്ന് കുറെ ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ട് ഒരു പടം വന്ന് കാണും. പടം ട്രെയിലർ കണ്ടിട്ടാണ് ആൾക്കാർ ആദ്യം തീരുമാനിക്കുന്നത് ആ പടം കാണാം എന്ന് തോന്നുന്നു. അപ്പൊ ആ ട്രെയിലറാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന് വർത്താനം പറയുമ്പോൾ ഓൺലൈൻ കണ്ടന്റ് കിട്ടും, നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് ഓൺലൈൻ കണ്ടന്റ് കിട്ടും. ഇപ്പൊ ഈ ഇന്റർവ്യൂ, ഇതിപ്പോ തനിനിറം എന്ന് പറയുന്ന പടത്തിന്റെ ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ എന്താണായത്? എന്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻസും പഴയ സിനിമകളും ലാലേട്ടന്റെ സിനിമയും ജോത്സാറിന്റെ സിനിമയും അങ്ങനെ കുറെ സിനിമകളുടെ കാര്യമാണ് വന്നത്. തനിനിറം മറന്നുപോയി. അപ്പൊ ഇതാണോ ശരിക്കുള്ള പ്രൊമോഷൻ? ഇറ്റ് ഇസ് നോട്ട്. ഒരു ട്രെയിലർ ഇറങ്ങി ആ ട്രെയിലറിനെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ പഴയ പോലെ പരമ്പരാഗതമായ രീതി ഹോർഡിങ്സും പോസ്റ്റേഴ്സും നിറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ സംഭവത്തിൽ പലരും പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് അല്ല, പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നുണ്ട് പോസ്റ്റേഴ്സ്. 1000 പോസ്റ്റേഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ മതിലുകളിൽ ഒട്ടിക്കപ്പെടുന്നത് 200 പോസ്റ്റേഴ്സാണ് മാക്സിമം. അതുമില്ല, എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ കെട്ടിക്കിടക്കും. സോ ആ പ്രൊമോഷനും കൂടെ നമ്മൾ അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് അടലുകളുള്ള ഒരു കാര്യമാണ്. ഓഫ്കോഴ്സ് നമ്മൾ ആസ് ആക്ടേഴ്സ് നമ്മൾ ആദ്യത്തെ എഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ പ്രൊമോഷൻ വരണം എന്നുള്ളതുണ്ട്. ഇതേ സമയം ഈ എഗ്രിമെന്റിൽ പറയുന്നില്ല ഏത് സമയത്താണ് പ്രൊമോഷൻ വരുന്നത്. നിങ്ങളുടെ സിനിമ ഇന്ന മാസമാണോ റിലീസ് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടർ ജമ്മു കാശ്മീരിൽ ഷൂട്ട് ചെയ്യണം, അവിടെ 10 ദിവസം കൃത്യമായിട്ടൊരു മിലിറ്ററി ഏരിയയിൽ ഷൂട്ട് ചെയ്യുന്നു. ഈ 10 ദിവസം അയാൾക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അയാളവിടെ വേണ്ടേ? ഇവര് പറഞ്ഞ സമയത്തൊന്നും ആയിരിക്കില്ല റിലീസ് വരുന്നത്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പിന്നെ സിനിമയുടെ വേർത്തിൽ, ആ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആസ് എ പ്രൊഡ്യൂസർ മാർക്കറ്റിങ്ങിലേക്ക് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിംബയോട്ടിക് റിലേഷൻ പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളും തമ്മിൽ ഉണ്ടാകുന്ന സിനിമകൾക്കെല്ലാം എല്ലാ ആർട്ടിസ്റ്റുകളും വരുന്നത്. അപ്പൊ ഈ ടൈമിൽ വേറൊരു ഷൂട്ടിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രൊഡ്യൂസർ വിടുമോ? അത് മറ്റൊരു പ്രൊഡ്യൂസർ അല്ലേ, അയാൾ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്നതല്ലേ. നമുക്ക് അത് ഒരുപാട് മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനും മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ആൻസറും ആയിരിക്കും ഇതിന്. There is no hard and fast rule to this. നമ്മളിപ്പോ അനുപേട്ട ലാസ്റ്റ് ചെയ്ത ത്രില്ലർ ജോണർ 21 അത് പ്രേക്ഷകര് ഭയങ്കരമായിട്ട് റിവ്യൂ പറഞ്ഞ് ഹിറ്റാക്കിയ ഒരു പടമാണ്, ഗംഭീരമായ ഒരു സിനിമയാണ്. അപ്പോൾ മലയാള സിനിമയിലെ എല്ലാവിധ റൈറ്റിങ് എല്ലാ മേഖലയും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു അനുഭവത്തിന് ഇപ്പോൾ ഈ സിനിമ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ത്രില്ലർ കണ്ടന്റ് ഉണ്ടോ, അതോ ഇതിനകത്തൊരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ടോ? അല്ല, ഇതിന്റെ കാര്യം വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ പോസ്റ്റ് കോവിഡ് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക കൊളോസൽ ഷിഫ്റ്റാണ് അവർക്കുണ്ടായിട്ടുള്ളത്. കാരണം ഇവർ ഇംഗ്ലീഷിലെന്നല്ല സ്പാനിഷും എല്ലാ ലാംഗ്വേജിലെയും ത്രില്ലേഴ്സ് കണ്ട്, ഏറ്റവും കൂടുതൽ ത്രില്ലേഴ്സ് ആണല്ലോ OTT-യിൽ വരുന്ന സാധനം. സോ ദേ നോ അവരുടെ മേക്കിംഗ് പോലും. ഇപ്പോൾ ഒരു സീരീസ് നമ്മളിപ്പോഴത്തെ അടുത്ത കാലത്ത് ഞാൻ സീരീസ് ഹിസ് ആൻഡ് ഹേഴ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് അതിഗംഭീരം. അതിന് ഓരോ എപ്പിസോഡും അവർ കൊണ്ട് നിർത്തുന്ന സ്പേസ്, ഇതൊക്കെ നമ്മൾ ഓരോ സീനും കൊണ്ട് നിർത്താൻ നമ്മുടെ
ത്രില്ലർ സിനിമകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന സാധനങ്ങൾ. അപ്പം ഓഡിയൻസിന് ഒരു തരത്തിൽ നമുക്കിതിന് എന്താ പറയുക, നമുക്ക് ആ ലെവലിലേക്ക് ഉയരാൻ ഇപ്പം സാധിക്കുന്നില്ല. ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എബവ് ആവറേജ് എന്ന് പറയുന്ന സാധനങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാനേ പറ്റും. ആ കൈൻഡ് ഓഫ് മേക്കിങ്ങിലും ആ കൈൻഡ് ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസിലുമാണ് ഇന്ന് നമ്മുടെ ഓഡിയൻസ് നിൽക്കുന്നത്. അത്രമാത്രം അവർ കാണുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും ഒക്കെയുള്ള സീരീസ് എന്ന് പറയുന്നത് അത് യൂറോപ്യൻ ആയിക്കോട്ടെ, കൊറിയൻ ആയിക്കോട്ടെ, അമേരിക്കൻ ആയിക്കോട്ടെ, എല്ലാം നമ്മളെക്കാളും വളരെ ഹൈ ഒരു ടോപ്പ് നോച്ച് തോട്ടുകളിൽ നിന്നുണ്ടാവുന്നത്. ആസ് യു സെഡ്, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ തിരഞ്ഞെടുക്കും? നമ്മളുടെ ടേബിളിൽ വരുന്നതിൽ ഏത് ബെറ്റർ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാനേ പറ്റും. പിന്നെ ആസ് എ സെഡ് ഏർലിയർ, നമ്മൾ ആ സമയത്ത് ഈ കൺസെപ്ഷൻ സ്റ്റേജിൽ കണ്ട ഒരു സിനിമ ആയിരിക്കില്ല പിന്നീട് വരുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ വളരെ നന്നാവാം, ചിലപ്പോൾ വളരെ മോശമാവും, ചിലപ്പോൾ ആവറേജ് ലെവലിലും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിരായുധരാണ്. ആസ് ആക്ടേഴ്സ് നമ്മൾ ഹെൽപ്ലെസ്. അതിനോട്ട് അതേപോലെ ഇപ്പം ഒരു 1-2 പടങ്ങൾ വിജയിക്കുമ്പോൾ തന്നെ അവരുടെ റെമ്യൂണറേഷൻ സാലറി ഭയങ്കരമായിട്ട് ഭീമമായ തുക ഇപ്പോൾ നിലവിൽ ആൾക്കാർ പറയുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ലാലേട്ടനാണെങ്കിൽ തന്നെ ഈ അടുത്ത കാലത്താണ് കോടികൾ മേടിക്കാൻ തുടങ്ങിയ പ്രൊഡ്യൂസേഴ്സും പറയുന്നുണ്ട്. അപ്പം ഇപ്പം വരുന്ന പുതിയ ജനറേഷൻ ആൾക്കാർ 1-2 പടം ഹിറ്റാകുമ്പോൾ തന്നെ ഭീമമായ തുക ആവശ്യപ്പെടാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളൊരു കടയിൽ പോകുമ്പോൾ, ഒരു പലവ്യഞ്ജന കടയിൽ പോകുമ്പോൾ, അവിടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ഇരിപ്പുണ്ട്, സെഗ്മെൻ്റൊക്കെ, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരു വഴുതനയ്ക്ക, ഒരു പാവയ്ക്ക ഇരിപ്പുണ്ട്. പാവയ്ക്കയ്ക്ക് ഭയങ്കര വിലയാണ്. 100 പാവയ്ക്കയ്ക്ക് 100 രൂപ, വഴുതനയ്ക്ക് 20 രൂപ. നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് വഴുതനയ്ക്ക് എടുക്കാൻ. നിങ്ങൾ ആ 100 രൂപയുടെ എടുക്കുന്നുണ്ടെങ്കിൽ ആ പാവയ്ക്കയ്ക്ക് ആ വറുത്തുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നല്ലേ? കൊടുക്കണ്ടേ? കൊടുക്കാതിരുന്നൂടെ? ഇപ്പുറത്തുണ്ടല്ലോ 20 രൂപ. എടുക്കുന്നുണ്ടോ? ഇല്ല. എന്താ? ആ 100 രൂപ എടുത്താൽ ചിലപ്പോൾ 150 ആയേക്കാം, അപ്പുറത്തെ കടയിൽ കൊണ്ട് വിറ്റാൽ 150 ആയേക്കാം എന്നുള്ള തോട്ടമാണ്. അല്ലെങ്കിൽ കൊടുക്കണ്ട. ആരും അവരുടെ വീട്ടിൽ പോയിട്ട് എടാ എനിക്ക് 10 കോടി തടാം എന്ന് പറയുന്നില്ലല്ലോ. അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അതിന് മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മാറ്റണമെങ്കിൽ ഇത് വേണ്ടെന്ന് പറയണം. നീ പാവയ്ക്ക് എടുക്കോ? ആദ്യം അത് എടുക്കാൻ പഠിക്കും. എന്തുകൊണ്ട് ഫെബ്രുവരി 13? എന്തുകൊണ്ട്? എന്തുകൊണ്ട് നീ സിനിമയിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്നിവിടെ ഇന്റർവ്യൂ ചെയ്യാനൊന്നും അല്ല വന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ഡയറക്ടറോ ആരെങ്കിലും ഒരു സിനിമയില് അതല്ലേ? ഞാൻ എന്നും തന്നെ വരില്ലേ, എല്ലാ പ്രസ് മീറ്റിനും ഞാൻ വരില്ല. അതിന്റെ ആത്യന്തികമായ മോഹം എന്താണ്? സിനിമയിൽ എന്താ ചോദ്യം പറയാം? ഫെബ്രുവരി 13 എന്തുകൊണ്ട് റിലീസ്? ഫെബ്രുവരി 13 ആണ് വലിയ വലിയ മറ്റു റിലീസുകൾ ഇല്ലാത്തൊരു വെള്ളിയാഴ്ച. അല്ല, 14 ഒരു പ്രത്യേകത ഉണ്ട്. വാലന്റൈൻസ് ഡേ ആണ്. അതെ, വാലന്റൈൻസ് ഡേക്ക് ഒരു ത്രില്ലർ പടമല്ലേ? തലേ ദിവസം ത്രില്ല് ചെയ്ത് നീ നാളെ പ്രണയിച്ചു. എന്തായാലും എല്ലാരും കാണും. അപ്പൊ അല്ല, സിംഗിൾസ് എല്ലാവരും കാണും. അതാണ്. നീ ആ ഫോണിലത് എത്രമാത്രം നോക്കുന്നു? വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതോ നീ സ്വയം സെൽഫി എടുത്തിട്ട് നിന്നെ തന്നെ കണ്ട് ആസ്വദിക്കണം? ശരി, അടുത്തത് ഞങ്ങൾ ഇത് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നോബി എവിടെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെയൊക്കെ ജേർണലിസ്റ്റ് അസോസിയേഷനിൽ നിന്ന് വെളിയിലാക്കും. ആ ചോദിക്കുന്നു. നീ തന്നെ ആയോ? കോവിഡിന് ശേഷം മലയാളി പ്രഷർ ഒരുപാട് മാറിയിട്ടുണ്ട്. അനുവേട്ടൻ ആക്ച്വലി ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ നോർമൽ ഓഡിയൻസ് അല്ലെ നമ്മൾ മലയാളികൾക്ക് അറിയാത്ത അല്ലെങ്കിൽ പലർക്കും അറിയാത്ത കുറേ നിയമവശങ്ങളെ പറ്റി അനുവേട്ടൻ അറിയാലോ. അപ്പം ആ നിയമങ്ങൾ വെച്ച് ഒരു നല്ല കഥയും കഥാപാത്രങ്ങളും സൃഷ്ടിച്ച് നല്ലൊരു കിടിലൻ സിനിമ, മീൻസ് മലയാളി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കിടിലൻ സിനിമ അനുവേട്ട വക ഭാവിയിൽ നമുക്ക്
പ്രതീക്ഷിക്കാവോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വേണ്ടി വന്നേക്കും. ഐ മീൻ ഇതിനിടയ്ക്ക് ഇങ്ങനെ അനുവേട്ട പോസ്റ്റ് ചെയ്തൊരു പിക്ചർ ഞാൻ കണ്ടായിരുന്നു ഈ അഡ്വക്കേറ്റിന്റെ. അപ്പൊ അത് കണ്ടപ്പോ അങ്ങോട്ടേക്ക് ചോദിക്കണം. മോനെ ആ പിക്ചർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ പിക്ചർ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ അഡ്മിൻസ് ആണല്ലോ ബാക്കിയിരിക്കുന്ന കക്ഷികൾ. അപ്പം ഇവര് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇതെങ്കിലും കണ്ടിട്ട് എനിക്കൊരു വക്കീൽ വേഷം ഏതെങ്കിലും ഒരു അപ്പം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വരും. ആരെന്നറിയാമോ? വീണ്ടും പുതുമുഖങ്ങൾ വരും. അവരാണ് കൂടുതലും വരാറ്. ഈ 100 സിനിമ അന്വേഷിച്ചിൽ എനിക്ക് ഒന്ന് ഒരു 5 or 6 ഉള്ളൂ മെയിൻ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചത്. ബാക്കി 97% ആണല്ലേ? അതെ കറക്റ്റ്. റൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവന്റെ ചിരി കണ്ടോ? നിഷ്കളങ്കമായ ചിരിയെ കുറിച്ച് ഇവന്റെ തനി നിറം നമ്മളിതിൽ വെളിവാക്കി. ഈ നിഷ്കളങ്കമായ ചിരിക്ക് പിന്നിലെ കരാളമായ ഹൃദയം. അവൻ എത്ര അവൻ ബേസിക്കലി ഭയങ്കര രസനായിട്ടുള്ളതാണ്. അവൻ വളരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കോസ്റ്റാസിൻ്റെ ആളുകളാണ് നോബി. ഞാൻ കാലിഫോർണിയക്ക് വരും ഇവരെ ഓടിച്ച് ഹൃദയാഘാതം സംഭവിച്ചുകൊണ്ട് മാത്രമല്ല അന്നേ അവനുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ഞങ്ങൾ ഈ ഷൂട്ടിങ്ങിനിടയിലും ഒരുപാട് ദിവസം നോബിൻ്റെ മുറിയിൽ വരും. ഞങ്ങൾ സംസാരിച്ച് കുറേ രാത്രി ഒരുപാട് നേരം ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇത് അങ്ങനെയാണ് ആൾക്കാരെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അത്തരം അന്ന് എന്താണോ അത് തന്നെയാണ് അയാൾ ഇപ്പോഴും. വേറെ സംഭവം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് അന്ന് മുതൽ നമുക്ക് അണ്ണ എന്ന് വിളിച്ച് പ്രിയപ്പെട്ട നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയൊരു സിനിമയുടെ അമ്മനുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം, നമുക്ക് എപ്പോഴും പോയി കാണാം, എന്താവശ്യം പറഞ്ഞാലും നമ്മളെ സഹായിക്കുന്ന ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ആളാണ്. ഞാനിന്നും ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് എനിക്ക് നെഗറ്റീവ് ഒരു കമൻറ്റ് വന്നു. ഇവനായിട്ട് ആരടാ സിനിമയിലെടുത്തത് ഒരു കമന്റ് ഞാൻ വിഷമിച്ച്. ഞാൻ ദൈവമേ കാര്യം നമ്മൾ ഇത്രയും വർഷം ഉറപ്പടി മെമ്പറി കളിച്ച് ഒരു സിനിമയിൽ അവസരം കിട്ടാം വലിയൊരു സംഭവം ഉണ്ട്. അപ്പോൾ കാലിഫോർണിയയിൽ ഞാൻ അണ്ണനെ വിളിച്ചു. അണ്ണാ എനിക്ക് ഇതുപോലൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എനിക്കൊരു ഫീലിംഗ് ആയിരുന്നു, ഭയങ്കര വിഷമമായി പോയി. അപ്പോൾ അണ്ണൻ നമുക്ക് വന്നൊരു ഡയലോഗ്, നിന്നെ ശ്രദ്ധിച്ച് തുടങ്ങി അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി അതൊക്കെ വന്നോളൂ. സത്യമാണ്. ഞാൻ പിന്നെ ഇപ്പൊ കാണില്ല നോക്കാം ദൈവസഹായിച്ച് കുറച്ച് വർക്ക് കിട്ടി. അന്ന് തന്നെ സന്തോഷം. കാര്യം അതിന് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഈ പ്രസ് മീറ്റിങ്ങിൽ നിങ്ങളുടെ മുമ്പേ ഇരിക്കാൻ പറ്റിയ കാരണം അന്നാണ്. നെഗറ്റീവ് കമന്റ് ചെയ്യുന്നത് ഹെൽത്തി ആണോ അതോ അൺഹെൽത്തി ആണോ? ഇല്ല, വായിച്ചാലേ പ്രശ്നമുണ്ടോ? സൈബർ അറ്റാക്ക് വരുന്നു. ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബിഗ് ബോസ് കണ്ടു എനിക്ക് സൈബർ അറ്റാക്ക് സഹിക്കാൻ കഴിയില്ല. അവർ ഫോൺ ഓഫ് ചെയ്തിരി ഫോൺ ഓഫ് ചെയ്ത് ഞാൻ ഇപ്പൊ കുഴപ്പമില്ല. ഇത് കേൾക്കുന്നതേ ഉള്ളൂ. ഒരു ഗുണം ഇതുകൊണ്ടില്ല, ഒരു ഗുണമില്ല. സീരിയസ്ലി വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ദോസ് കമന്റിങ് പീപ്പിൾ, ഒരു ഗുണമില്ല. ഇത് നമ്മൾ കേൾക്കാറില്ല, കാണാറുമില്ല. കാരണം അവരെയും പലരെയും എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അവരുടെ ഡീപ്പായിട്ടുള്ള ഒരു ഫ്രസ്ട്രേറ്റഡ് സ്റ്റേറ്റിൽ നിന്നാണ് അവരിത് പറയുന്നത്. അവര് ഈ പറയുന്ന ഒരാൾ ഇപ്പം നോബി ഒരു പുതിയ കാർ വാങ്ങിച്ചത് വഴി പോകുമ്പോൾ അത് കാണുന്നവന് ഉണ്ടാവുന്ന ആ സമയത്തുള്ള ഇത് മാത്രമാണ്. അല്ല നോബിയോട് പേഴ്സണലി ഒരു വിരോധവും അയാൾക്കില്ല. നാളെ നോബി വിളിച്ച് ചക്കരെ ഭാഗം ഒരു മൊത്തം കൊടുത്താവോ എന്റെ പൊന്ന് നോവിച്ചേട്ടാന്ന് വരും. ഒരു കുഴപ്പമില്ല. ഒരു ദിവസം ഞാൻ എയർപോർട്ടിൽ ഒരാളുടെ സൈഡിൽ ഭയങ്കര ചിരിക്കണം. അപ്പൊ ഞാൻ ചെന്നോ കോമഡി കണ്ടില്ല. ഇല്ല ഞാൻ കമന്റ് വെച്ചിരിക്കണം. ചിലർ ഭയങ്കര രസമായിട്ട് എഴുതുകയും ചെയ്യും കമന്റ്. അടിപൊളി. അല്ല, ഇതുകൊണ്ട് അതില് അഭിനയിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കമന്റുകൾ വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ലതായാലും ചെയ്തായാലും ഇതൊക്കെ നമുക്കറിയാലോ. നമ്മൾ എത്രമാത്രം ലിമിറ്റഡ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ആക്ടേഴ്സും ഡയറക്ടേഴ്സും എല്ലാവരും. അപ്പം എന്തിന് മറ്റുള്ളവരുടെ വായിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. ജസ്റ്റ് ഇഗ്നോർ. അനുവട്ടനെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ താരജാണില്ലാത്തൊരു സാധാ ഒരു മനുഷ്യരാണ് അനുവട്ടൻ എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ലല്ലോ അല്ല, അങ്ങനെ പറയാറുണ്ട്. അപ്പം അനുവട്ടന്റെ അത്രയുള്ള ആൾക്കാരൊക്കെ ഒരുവിധം സ്റ്റാറിനെ പിടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ജാടൊക്കെ കാണിക്കാറുണ്ട്. സ്റ്റാർ ആണെങ്കിലേ ജാട കാണിക്കാൻ പറ്റും. ഞാനതല്ല, അതുകൊണ്ടായിരിക്കും. അല്ല, അനുവട്ടൻ ജാടൊക്കെ കാണിച്ചൂടെ? എങ്ങനെ നീ അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അനുസരിച്ച് ചെയ്യണം. അല്ല,
അല്ല, യൂഷ്വലി എങ്ങനെയാണ് താരജാടയുടെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അപലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നീ പറയണം, നീ ഇത്ര ആൾക്കാരെ കാണുന്നതല്ലേ, നീ ആൾക്കാരുടെ പേരെടുത്ത് പറ. ഒരാളുടെ പേര് പറ, നല്ല താരജാടയുള്ള ഒരു ആക്ടറുടെ പേര് പറ. മകളെ പറയണം, വേണ്ടേ, വിട്ടാ നിർത്തിയാ. ശരി, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അനുവേട്ടൻ പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ലാലേട്ടനും അമ്മയെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ 200 രൂപയായിരുന്നു കിട്ടിയിരുന്നെന്ന് പറയാം. അപ്പം ഇപ്പോഴത്തെ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇന്റർവ്യൂ സ്റ്റൈൽസുകൾ, ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കേഴ്സിന്റെ, അപ്പം ഒരു ആങ്കർ, ഫോർമർ ആങ്കർ എന്നുള്ള ലെവലിൽ എങ്ങനെ നോക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്പ് കൊടുക്കും, എങ്ങനെയാണ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എങ്ങനെ നടത്തണം, അല്ലെങ്കിൽ എങ്ങനത്തെ ഇതായിരിക്കണം, പാറ്റേൺ പിടിക്കേണ്ടത് എന്നുള്ള ഒരു ടിപ്പ് എന്തായിരിക്കും കൊടുക്കുക? ഇതിനകത്ത് ഞാനങ്ങനെ ഒരു ടിപ്പും ആർക്കും കൊടുക്കാൻ അർഹനല്ല. കാരണം വെച്ചാൽ ഞാൻ ആ സമയത്ത് ഈ പറയുന്ന ഒരു ആങ്കർ ആയിരുന്ന ടൈം എന്ന് പറയുന്നത് ജേർണലിസം തന്നെ വേറൊരു തരം ആയിരുന്ന ടൈമാണ്. ഇപ്പം ഇത് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയി. അന്നത്തെ എൻ്റെ ശുഭദിനം ഇതിൻ്റെ രാവിലത്തെ ആങ്കറിങ് കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങും. കാരണം ഇത് കംപ്ലീറ്റ് എവിടെന്നെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ട് സാഹിത്യം പറഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു. ഇപ്പം അതില്ലല്ലോ. നമ്മുടെ ഭാഷ തന്നെ ഒരു 2010 ഭാഷ 2001 ഞാൻ ആ ടൈമിലാണ് ലിറിക്കലാണ്. അത് ബേസ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നത് OMVയിലും വിജയനിലും MTയിലും അങ്ങനത്തെ ഒരു ഭാഷയാണ്. ഇന്ന് ആ ഭാഷ എന്ന് പറയുന്നത് ക്രിഞ്ചായി അല്ലേ? ഇന്ന് വളരെ കൊളോക്കിയലായിട്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ. അത് തെറ്റേ അല്ല, അത് മാറും. ഇതെല്ലായിടത്തും മാറിയിട്ടുണ്ട്. ഇപ്പോൾ 1920s വദറിംഗ് ഹൈറ്റ്സ് ഒക്കെ പോലത്തെ സാധനങ്ങൾ എഴുതുന്ന പോലെയല്ലോ ഇന്നൊരു ഒരു ഓർഫൻ പാമുക്കോ അങ്ങനത്തെ ഒരു പുതിയ റൈറ്റർ എഴുതുന്നത്. അവിടെ ഞാൻ പറയുന്നത് എല്ലായിടത്തും ഇന്നത്തെ അപ്പോൾ ഒരു സുഭാഷ് ചന്ദ്രൻ എഴുതുന്ന പോലെ അല്ലല്ലോ. അല്ലെങ്കിൽ പണ്ടൊക്കെയുള്ള നോവലുകളിൽ ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞാൻ അച്ഛനും അമ്മയും കൊണ്ട് തസ്രാക്കിൽ പോയി. ഖസാക്കിൻ്റെ ഇതിഹാസം അവിടെയാണ്, തസ്രാക്ക് എന്ന സ്ഥലത്താണ് വിജയൻ എഴുതുന്നത്. അപ്പം ഞാൻ വെറുതെ ആലോചിക്കായിരുന്നു, എന്താണ് വെയിലിൻ്റെ സ്ഫടികമാനങ്ങളിലേക്ക് ടെറാഡക്ടൈലുകളെ പോലെ പറന്നിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപ്പുവച്ചൻ്റെ എപ്പിസോഡൊക്കെ ഇന്നൊരിക്കലും ഒരു റൈറ്റർ അങ്ങനെ എഴുതുന്നില്ല. കാരണം അത് എഴുതിയാൽ അത് ക്രഞ്ചാണ്. ഇത് മനസ്സിലാവാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയറുള്ള ഒരു തരത്തിലുള്ള സാധനം ഇപ്പം എടുക്കില്ല. വി ജസ്റ്റ് ഒരു അതിനെ ഭയങ്കര. ഞാൻ അടുത്ത കാലത്ത് അന്തമിട്ട് വായിച്ച ഒരു പുസ്തകം എന്ന് പറയുന്നത് അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്നുള്ള ബുക്കാണ്. ഈവൺ അതിൻ്റെ ലാംഗ്വേജ് പോലും, അതിൻ്റെ ഒരു സീൻ കൺസ്ട്രക്ട്, സെൻറ്റൻസുകൾ എങ്ങനെയാണ് അവർ ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നത്, ഈ സാധനത്തിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അയ്യോ നമ്മുടെ പഴയ ഭാഷ പോയി. പഴയ ഭാഷ പോകാനുള്ളതാണ്, അത് പോവും. ഇറ്റ് വിൽ വിതർ ഓഫ്. പുതിയ പുതിയ നവനവങ്ങളായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ വരും. നമ്മളിപ്പോൾ അടിപൊളി എന്ന് പറയുന്ന സാധനം വന്ന സമയത്ത് എന്ത് ഭാഷയാണ് നമുക്ക് പറഞ്ഞു ചോദിച്ച ആൾക്കാരുണ്ട്. അടിപൊളി അങ്ങനെ എഴുതുന്നത് ഇന്നത് കോമൺ മലയാളം ലാംഗ്വേജിലേക്ക് എടുത്തു കഴിഞ്ഞു. അടിപൊളി എന്ന് പറയുന്ന ആ വാക്ക്. ചെത്ത പയ്യൻ എന്ന് പറയുന്നത് പണ്ടൊരു വൃത്തികെട്ട ഭാഷയായിരുന്നു. അതൊക്കെ നമ്മുടെ കോമൺ. ദാറ്റ് ചേഞ്ച് ഹാപ്പൻസ്. എംബ്രേസ് ഇറ്റ്. അതിനെ ആലിംഗനം ചെയ്ത് കൂടെ നിർത്തിയില്ലെങ്കിൽ നമുക്ക് പുറത്തിരിക്കാം. എന്തായാലും എല്ലാവരും ഈ ഫെബ്രുവരി 13 അല്ലെങ്കിൽ 14 ആ റിലേറ്റീവ് നോർമൽ റൊമാൻറ്റിക് പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ത്രില്ലർ പടം ഇറങ്ങുവാണ്. അപ്പോൾ കൂടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കാണും മാത്രമേ പറയാനുള്ളൂ. അത് കാരണം ഇത് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് പറയാവുന്ന കാര്യം ഭയങ്കര രസമുള്ള സിനിമയാണ്. ഇതെല്ലാം തന്നെ എല്ലാ സിനിമയെക്കുറിച്ചും അതിൻ്റെ സാങ്കേതിക പ്രവർത്തനം പറയുന്നത്. എനിക്ക് തനിനിറത്തെക്കുറിച്ച് തോന്നുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇത് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ പുതിയ തരം ത്രില്ലറുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഓൾഡ് സ്റ്റൈൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പ്രത്യേകിച്ചും രതീഷ് എന്ന് പറയുന്നത് മോസാറിൻ്റെ എത്രയോ കാലത്തെ അസോസിയേറ്റ്. അപ്പോൾ നമുക്ക് പണ്ട് സ്വാമി സാറൊക്കെ എഴുതിയ അല്ലെങ്കിൽ ആ ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിരിക്കും ഇത് ഇഷ്ടപ്പെടുക. അങ്ങനെ ഒരു എന്താണ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ കൃത്യമായി ഓരോ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് പോകുന്ന അത്തരമൊരു ഓൾഡ്
സ്റ്റൈൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. നമ്മൾ ഇന്നും അത്തരം സിനിമകൾ റീവിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ റീവിസിറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഈ സിനിമ വർക്ക് ആവാന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സിനിമ വലിയൊരു വിജയമാവട്ടെ ഞങ്ങൾ ആശംസിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്, നീ മറ്റേ പറഞ്ഞ താരജാടുള്ള നടൻ ഒരാളെ പറ മൈക്കോട്ടെ. നിങ്ങൾ ഭയങ്കര മറ്റേ ഫ്രട്ടേണിറ്റി ആണല്ലേ, നിങ്ങൾ അവന്റെ മുഖത്തേക്ക് ക്യാമറ വെക്കാൻ. എടാ, ഈ ഐക്യ സിനിമാക്കാർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ അതൊന്നും വിട്ടേക്കില്ല. നീ ഇത് പറ. എന്നെ കുറെ നേരമായിട്ട് പൊക്കി, അത് കുറച്ച് ആക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഓക്കെ. എനിക്ക് നിറഞ്ഞു, ഓക്കെയാണ്. എന്റെ ഫില്ലായി. മോന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. ഇപ്പൊ പറയണേ, നീ പറഞ്ഞു പല നടന്മാർക്കും താരജാടയുണ്ട്. ഒരാളുടെ പേര് പറയാൻ നിനക്ക് പറ്റുന്നില്ലേ? നിന്റെ സകല പത്രപ്രവർത്തക ദൈവങ്ങളും കോപിക്കും. വേണ്ട, തലയിൽ കൂടുതൽ താരനുള്ള ചാടയാണ്. പറ. അപ്പം മനസ്സിലായാലും ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഉത്തരം പറയാം. തിരിച്ചങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇതിൽ നിർത്താം. ഹായ്, എൻ്റെ പേര് അനക. ഈ തനിനിറം എന്ന് പറഞ്ഞ മൂവിയിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രസ് മീറ്റിലൊക്കെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു. 13-ാം തീയതി കാണണം എല്ലാവരും തിയേറ്ററിൽ. ആര് പറഞ്ഞപ്പോഴും അവന്റെ ഫോണിന്റെ ബാക്കിൽ പോയിക്കുന്നത് ഇവിടെ ക്ലോസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മറന്നു തെറ്റിച്ച് ആരോപിച്ചു. വളരെ സന്തോഷം ഈ തിരുനിറൻ എന്ന ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അനൂർ സാറിനോട് ആദ്യത്തെ സിനിമയാണ്, അതിന് വളരെ സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കണ്ണൻ ചേട്ടനും രതീഷ് സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഫെബ്രുവരി 13 മറക്കരുത്, നിങ്ങളെ തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ കാണുക. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ നോബി, ഇനി വിഷാദി ചേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരനിര തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറക്കരുത്, ഫെബ്രുവരി 13. എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ആദർശനായി. അപ്പോൾ ഞാൻ ഈ പടത്തിൽ ബിനോയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമേ തന്നെ ഒരുപാട് നന്ദി കണ്ണേട്ടനായിരുന്നാലും രജി സാറായിരുന്നാലും ഈ ഒരു പടത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നതിൽ ഞാൻ ഒരിക്കലും ലൈഫിൽ ഇങ്ങനെ ഒരു പടത്തിലൊരു വേഷം ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. അപ്പം ഇത്രയും നല്ലൊരു ചിത്രത്തിലൊരു അടിപൊളി വേഷം തന്നു. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ച കാലം മുതലേ കണ്ട് വളർന്നൊരു മുഖമാണ് അനൂപ് സാറിൻ്റെ. അപ്പം സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതിൽ ഏറ്റവും സന്തോഷം എൻ്റെ ആദ്യത്തെ ഷോട്ട് ഈ സിനിമയിൽ വെച്ചത് അനൂപ് സാറിൻ്റെ കൂടെയാണ്. അപ്പം തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ സാറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഡയലോഗ് പറയാൻ പോലും എനിക്ക് തോന്നുന്നു അന്ന് 4 ടേക്ക് കണ്ട അതിൽ പോയായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും ടെൻഷനുണ്ട്. പിന്നെ സംസാരിച്ച് ഓരോന്നായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് മോനെ, അതങ്ങനെ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് എന്ന് വെച്ചാൽ ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പുതിയതായിട്ട് വന്ന ഒരാളുടെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഒരുപാട് ഈ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ നല്ലപോലെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നുള്ളൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ നോബി ചേട്ടൻ, പിഷാരടി ചേട്ടൻ, തങ്കച്ചൻ ചേട്ടൻ. ഈ നോബി ചേട്ടനും പിഷാരടി ചേട്ടനും തങ്കച്ചൻ ചേട്ടനൊക്കെ പണ്ടോട്ടെ നമ്മൾ അറിയാവുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് നോബി ചേട്ടനായിരുന്നാലും. അങ്ങനെ പിന്നെ റോഹൻ, അനക കുറേ നല്ല സൗഹൃദം കിട്ടി, നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി. അപ്പോൾ ഫെബ്രുവരി 13 ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പുതുമുഖ ആൾക്കാർ അഭിനയിച്ച ഒരു പടമാണ്. അപ്പം നിങ്ങളെ കൈപിടിച്ച് കയറ്റിയാൽ, ജനങ്ങളെ കൈപിടിച്ച് കയറ്റിയാൽ ഈ ഒരു മലയാള സിനിമയിലേക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റുമായിരിക്കും എന്നുള്ള ഒരുപാട് ആഗ്രഹത്തോടു കൂടി 13-ാം തീയതി പോയി എല്ലാവരും പടം കാണണം. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഞാൻ കണ്ടില്ല, സോറി, സത്യമായിട്ട് ഞാൻ കണ്ടില്ല.
ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ പ്ലീസ്. ഇൻട്രൊഡക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. മോളെ അല്ല അനു, ഞാൻ മൈക്ക് കൊടുക്കാൻ പോയപ്പോ അനുപേട്ടൻ എന്തോ സംസാരിക്കാൻ വേണ്ടി മൈക്ക് മേടിച്ചു. ഞാനൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തു. സോറി. ഞാനങ്ങനെ മൈക്ക് മേടിക്കുന്ന ഒരാളല്ല. ഓക്കെ ഓക്കെ, ചോദിച്ചോളി, നിങ്ങൾ ചോദിച്ചോളി. ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻ ഇല്ലേ? എന്തായാലും ക്യാമറ മൈക്ക് എടുക്കാൻ പറ്റില്ല. പ്ലീസ്. അനുപേട്ട, അപ്പം 11 തനി നിറമാണ്. അപ്പം ടീച്ചർ കണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഹ്യൂമർ ചെയ്യുന്ന കുറച്ച് പേര് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു കഥ ചെയ്യുന്ന പോലെ ഒരു ഭയങ്കര ത്രില്ലർ ടീച്ചർ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പുതുമയുള്ള ഒരു കാര്യമല്ല. അപ്പം അത് ഒരു എക്സ്ട്രാ ഒരു എന്തായിട്ട് ഒരു എക്സൈറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ഇതിനകത്ത് ഉണ്ടായിരിക്കണം എന്ന് തോന്നിയ ഒരു എലമെന്റ് എന്തായിരിക്കും സ്ക്രിപ്റ്റിൽ? അത് എന്ത് സിനിമയായാലും നമുക്ക് തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്ന കഥയാണ് നമ്മൾ ഓക്കെ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഈ പറയുന്നതിന് ഒരുപാട് പരിണാമങ്ങൾ ഉറപ്പായിട്ട് എല്ലാ സിനിമകൾക്കും വരും. അത് ഷൂട്ട് ചെയ്യുന്ന രീതി, പിന്നെ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു 1 ലൈനോ സീൻ ഓർഡറോ ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് അതൊരു സ്ക്രിപ്റ്റായി വരും. സ്ക്രിപ്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സംവിധായകന്റെ വഴിയിൽ പോയി കുറെ പെർഫോമേഴ്സ് അതിന് പെർഫോം ചെയ്തു. ഇത് നമ്മൾ ആദ്യം കേൾക്കുന്ന കഥയിൽ നിന്ന് ഇവോൾവ് ചെയ്ത് മറ്റൊന്നായി മാറുന്നു. എഡിറ്റിംഗ് ചെയ്യുമ്പോഴും മറ്റൊന്നായി മാറുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ പറയുന്ന, ഞാൻ ഈ പടം ഇതുവരെ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ഒരു പടത്തിന് യെസ് പറയുന്നത് അതിന്റെ ആദ്യ കേൾവിയിലാണ്. ആ ആദ്യ കേൾവിക്ക് ശേഷം ഒരു മെറ്റമോർഫോസിസ് കടന്നു പോകുന്നുണ്ട്. അതിനുശേഷം അത് തീരുമാനിക്കേണ്ടത് ഓഡിയൻസ്. അത് നമുക്കറിയില്ല. നമുക്ക് ആ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അത്തരം സിനിമകൾ മാത്രമല്ലേ ചെയ്യണം. നമുക്കറിയില്ല. നമുക്ക് ഒരു ജഡ്ജ്മെന്റും ഇല്ല. തലേ ദിവസം പ്രിവ്യൂ വെച്ച് ഗംഭീരം എന്ന് പറഞ്ഞ സിനിമകൾ തിയേറ്ററിൽ തകർന്നറിയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ തിരിച്ച് ഇത് ഫസ്റ്റ് ദിവസം വെട്ടിയെടുത്ത് വെളിവെക്കുക എന്ന് പറയുന്ന പടങ്ങൾ സൂപ്പർ ഹിറ്റ് കാണുന്നു. അപ്പൊ ഇത് ഓഡിയൻസിലേക്ക് എത്തുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ഫോമാണ്. ആ ഒരു എല്ലാ പെർമിറ്റേഷൻസും കോമ്പിനേഷൻസും കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി യുവേഴ്സ്. നമ്മൾ ഇവിടെ ഇരുന്ന് എന്ത് തള്ളിയിട്ടും ഒരു കാര്യമില്ല. ആ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈനലി പിന്നെ നിങ്ങൾ കണ്ട് പറയുമ്പോൾ മാത്രമാണ് അതിന് ഇത്രയും നന്മകൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത്രയും കുഴപ്പങ്ങളുണ്ടായിരുന്നോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഹെൽപ്ലെസ്നെസ്, പ്രത്യേകിച്ച് ആക്ടേഴ്സിന്. ഇപ്പൊ ഇത് എഴുതുകയും ഡയറക്റ്റ് ചെയ്യുന്നത് ഒരാളാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു ഇതുണ്ടാവും. ആക്ടേഴ്സിന് അറിയില്ല, ദേ ആർ ക്ലൂലെസ് എന്നാണ് സത്യം. നെക്സ്റ്റ്, അനുപേട്ടന്റെ തനിനിറം ഈ സിനിമയിൽ ഉണ്ടാവും. അടിപൊളി. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തു. ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം മിണ്ടാതിരിക്കുന്നത് പോലെ ഒന്നുമില്ല. ജേർണലിസ്റ്റുകളാണ്. ചിരിക്കുന്നതാണ്. നീ അല്ലേ? നിനക്കത് എത്ര ഇതില്ല. നീ അനങ്ങയുടെ അവിടെ നിന്ന് ക്യാമറ മാറ്റി ക്യാമറ നിനക്കൊരു ചോദ്യമില്ലേ? ഉണ്ടോ? അപ്പൊ ചോദിക്കും. മൈക്ക് കൈമാറും. ഇതിൽ എന്ത് വെറൈറ്റിയാണ് പോലീസ് വേഷത്തിൽ ഉദ്ദേശിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കുന്നില്ല. പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ട്രാഫിക്കിൽ ചെയ്യുന്ന ഒരു പോലീസ് വേഷവും വിക്രമാദിത്യത്തിൽ ചെയ്യുന്ന പോലീസ് വേഷവും അല്ലെങ്കിൽ CBI 5 പോലത്തെ ഒരു സിനിമ ചെയ്യുന്നു ഈ അടുത്ത കാലത്ത്, ഇതെല്ലാം മാറ്റം കൊണ്ടുവരേണ്ടത് ആദ്യം ബുക്കിലാണ്. അതായത് റൈറ്റിങ്ങിലാണ്. ബൈ ദ ബുക്ക് മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഈ പോൾ മൊനി എന്നൊക്കെ പറഞ്ഞത് ആൾക്കാരായിരിക്കും. നമ്മളതൊന്നും അല്ലല്ലോ. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ആക്ടേഴ്സാണ് നമ്മളെല്ലാവരും. അപ്പം ഈ തനിനിറമുള്ള സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു പോലീസ് വേഷം വരുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ വേഷം വരുമ്പോഴും നമ്മൾ ട്രൈ ചെയ്യും എന്തെങ്കിലും. ഇപ്പൊ നിങ്ങളിപ്പോ കണ്ട രൂപം, പലപ്പോഴും രൂപത്തിൽ മാറ്റം വരുത്തി രക്ഷപ്പെടാനാണ് ആക്ടേഴ്സ് നോക്കുക. അതൊക്കെ തൽക്കാലമൊക്കെ ചെയ്തിട്ടുണ്ട്. മുട്ടയൊക്കെ അടിച്ച് കുറച്ച് മീശയൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അന്ന് വെട്ടാതിരുന്നതാണ്. 10-15 മുടി വെട്ടിയിട്ടില്ല. തനിതിന് ഇറങ്ങി അയാളെ മുടി വെട്ടും. സാംസന്റെ ഒക്കെ മുടി പോലെയല്ലേ? ശബനം. നമുക്ക് ഞാൻ അടുത്തത്
ഇവിടെ ത്രില്ലർ സിനിമകളോടൊരു പ്രത്യേകതരം ഇതുണ്ട്, താല്പര്യമുണ്ട്. അഭിനയിച്ചുള്ള സിനിമകളിലൊക്കെ ഒരു ത്രില്ലർ മൊമെന്റുകളുള്ള ജോണർപ്പെട്ട പടങ്ങളാണല്ലോ. എനിക്ക് കൂടുതലും വരുന്നത് അത്തരം സിനിമകളാണ്. എനിക്ക് എല്ലാ തരം സിനിമ, ആക്ഷൻ ഒഴിച്ചിട്ടുള്ള എല്ലാ സിനിമയും എനിക്ക് ഇഷ്ടമാണ്. അടികൂടുക, നല്ലവനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. എനിക്കത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒട്ടും കുറ്റം പറയുന്നതല്ല, എനിക്ക് പറ്റാറില്ല. ഞാൻ കഴിയുന്ന അങ്ങനെ എത്രയോ സിനിമകൾ അടിയുണ്ട് എന്ന കാരണത്താൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അതൊഴിവായിട്ടെന്ന് മാത്രമല്ല, അടിയുള്ള സിനിമകൾ അപ്പുറത്ത് വേറൊരു നായകനുണ്ടെങ്കിൽ അവന് അത് കൊടുത്തിട്ട് രക്ഷപ്പെട്ട ഉണ്ണിമുഖത്തിനൊക്കെ ഞാൻ ചാണക്യന്ത്രത്തിലൊക്കെ കഴിഞ്ഞത് പണി കൊടുത്തിട്ടുണ്ട്. ഉണ്ണിക്ക് പിന്നെ ഇതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ കണ്ണെടുത്ത് പോയി എങ്ങനെ ഡയലോഗ് വെളിയിക്കോട്ടെ, നിങ്ങൾ ഇനി ആ സിനിമ ഉണ്ടാകാൻ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു ഡയലോഗ് പറഞ്ഞ് ഞാൻ കാപ്പിടിച്ചിട്ട് ഇറങ്ങി പറഞ്ഞ് പോയിട്ട് ഉണ്ണി അടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എൻ്ററായി കഴിഞ്ഞോ. എനിക്ക് ബാക്കി അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോണറെ അല്ലെങ്കിൽ ജോണർ മനുഷ്യൻ മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ ഇന്റലിജന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് മിക്ക ആളുകളും സെലക്ട് ചെയ്തില്ല എന്റെ പെണ്ണെ. അങ്ങനത്തെ ഒരു ടാഗ് മനഃപൂർവ്വം തോന്നിട്ടില്ല. ഇതിൽ അൾട്ടിമേറ്റ്ലി പടം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ. ഞാൻ ഒരു സിനിമയിൽ പോലും നായകനാണെന്ന് പ്രതീക്ഷിച്ചാണ്. ഞാൻ 100 സിനിമകളിൽ നായകനായി. എനിക്ക് അർഹിച്ചതിനേക്കാൾ കൂടുതൽ അംഗീകാരം ഒരു നടൻ എന്ന രീതിയിൽ കിട്ടിയ ആളാണ് ഞാൻ. 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഒരു ഫിലിംഫെയർ അവാർഡ് കിട്ടി. ഇതൊന്നും ഞാൻ പൂർണ്ണമായി അറിയിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ എനിക്ക് ആസ് എൻ ഓഡിയൻ മലയാളികൾ തന്ന സ്ഥാനം അല്ലെങ്കിൽ മലയാളികൾ തന്ന അംഗീകാരം ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതലാണെന്ന് വ്യക്തമായി അറിയാവുന്ന ആളാണ്. ഇതുവരെ കരിയർ പ്ലാൻ ചെയ്ത് അങ്ങനെ വന്നിട്ടില്ല. ഒരു കളാനുമില്ല. ആരും ഒന്ന് വിളിച്ചാലും പോകും. കോമഡി കഥാപാത്രം വന്നാലും പോകും. എന്താണ് കോമഡി കഥാപാത്രം ആര് ജോണർ വന്നാൽ അത് പിടിക്കും. പിന്നെ ആംഗ്രി ബേബീസ് ഒക്കെ കുറെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള അവർ തരണ്ടേ, അത് തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അനാമനാ തന്ത്രി എന്ന് പറയുന്ന പോലെ മാമുണ്ടേ, അതിനനുസരിച്ച് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താം എന്നൊക്കെ തോന്നുന്ന പടമാണെങ്കിൽ പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലേ അല്ല. നമ്മളെ ആദ്യം കേൾക്കുമ്പോൾ ആദിഗംഭീരം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ പാടപ്പട പൊട്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. 100 പടമായില്ലേ, കുറെ വയസ്സായി. ട്രാക്ക് മാറ്റിട്ടേ ഒരു ആക്ഷൻ മാസ് ഒക്കെ പിടിക്കാനുള്ള സമയമായിരുന്നു. നീ നിന്റെ ഈ വയറ് തുറക്കിട്ട് അത് കൊള്ളാം. ഒരാൾ മാത്രം ചെയ്താൽ മതിയോ? നമുക്കൊരു പരസ്പര പൂരകമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോവാം. നീ ഇത് കുറയ്ക്കും, ഞാൻ ആക്ഷൻ ചെയ്യും. എല്ലാവർക്കും നീ ഇത് കുറയ്ക്കും. ക്യാമറ കൊണ്ട് തിരിച്ചു വയ്ക്കും. പ്രത്യേക പ്രൊഫൈലും അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുംഭയിലേക്ക് ഒരു ക്ലോസ്. അവൻ കട്ട് ചെയ്തടാ ക്ലോസ്. നിന്റെ അവനിടത്തില്ല. അങ്ങനെ നീ തടി പറയുമ്പോൾ ഞാൻ ആക്ഷൻ ചെയ്യും. ആക്ഷൻ എന്ന് പറഞ്ഞ വിഷമിക്കണം. അന്ന് ആക്ഷൻ ചെയ്യുന്നില്ല, തന്നത്തിന്റെ കിടല പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു എന്നിട്ട് നായകനൊന്നും പരിചയപ്പെടുത്തും. ഇനി വീണ്ടും വേറെ എവിടെ കണ്ടിട്ടില്ല. നീ ആളെ കണ്ടിട്ടുണ്ടതാ. നീ ആദ്യം ഒരു ഒറ്റ കാര്യം ചെയ്യും. ക്യാമറ കുറച്ച് ഒരു വൈഡ് ലെൻസിലേക്ക് ഇട്ട് ബാക്കി ആ പാവങ്ങളൊക്കെ ഒന്ന് പിടിക്കും. ശരി, ഓക്കെ. നായിക ഒന്നുകൂടെ ആദ്യം പരിചയപ്പെട്ടു. എന്റെ പേര് അനക. ഞാൻ മുൻപ് തണ്ണീർമത്തദിനങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തണ്ണീർമത്തദിനങ്ങളിലെ കുഞ്ഞവളാണ്. കുഞ്ഞല്ലേ? +2. അതെ, +2. പിന്നെ പത്രോസിന്റെ പടപ്പുകൾ എന്ന് പറഞ്ഞ മൂവിയിൽ നെസ്ലിന്റെ അതായിട്ട് ചെയ്തായിരുന്നു. പിന്നെ ഡയലോഗ് ഒന്ന് പറയും. ഞാൻ കുറെ പറഞ്ഞു. നമ്മുടെ ക്ലാസ്സിൽ ജയിച്ചല്ലേ, അതിന്റെ ഒടുക്കത്തെ നോട്ടാട്ടാ. അത് നേരത്തെ തങ്കച്ച ഒഴുക്കത്തോ പറഞ്ഞ അത് ആ ഡയലോഗ് കേൾക്കാൻ പറ്റുകയാണ് ഞാൻ നോക്കി. അനക, ഇതില് ഇപ്പം അനുപേട്ടനെ പോലത്തെ ഒരു ലെജൻഡിന്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അനുപേട്ടയിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? പേഷ്യൻസ്, പിന്നെ അതുപോലെ തന്നെ
സാർ അവിടെ സെറ്റ് ബിഹേവ് ചെയ്യണതായാലും സാറിന്റെ ആക്ടിങ് ആയാലും എല്ലാം നോക്കിക്കണ്ട് പഠിക്കാനുള്ളത് തന്നെയായിരുന്നു. ആകെ മൊത്തം ടോട്ടൽ. അതെ, ടോട്ടൽ. അനുപേട്ട നോബിചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പൊ അനുപേട്ടനാണ് ഗോഡ് ഫാദർ എന്ന്. ഈ സിനിമയിലെ നോബിചേട്ടന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട്? ചക്കര ഇത് കഴിഞ്ഞാൽ ഡിന്നർ നിന്റെ വകയാണെങ്കിൽ മാത്രം. ഇല്ല, നോബിയും ശരിക്കും ഇപ്പം കാലിഫോർണിയയുടെ കാര്യം പറഞ്ഞപ്പോൾ നോബി, ജോജു അതെല്ലാം ആ ടൈമിലാണ് അവരെല്ലാം വരുന്നത്. നോബി നീ എത്ര 500 പടം നിർമ്മിച്ച? ഇത് എത്രയാണ്? 100ഒന്നുമല്ല, ഓടാണ്. ഞാൻ അഭിനയിച്ച 100, നീ 500 ആയി കാണും. ഒരു എണ്ണമില്ല, എല്ലാ പടത്തിലുണ്ടല്ലോ. അപ്പൊ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവരെല്ലാം ആ കാലിഫോർണിയ ആ ടൈമിലുള്ള എല്ലാ ആക്ടേഴ്സും, സൈജു ആണെങ്കിലും നോബി, എനിക്ക് ഓർമ്മയുണ്ട്. നോബിയെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു അതില് കാലിഫോർണിയയില് ഇവൻ ഓടുന്നൊരു സീനുണ്ട്. മറ്റേ വെട്ടിയായിട്ട് ഇവൻ ഓടുമ്പോ ഇവൻ ഓടുന്നില്ല. കാരണം വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഓടുന്നില്ല. ഞാൻ മൈക്കിൽ കൂടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് നോബി ഓട് ഓട് എന്ന് പറയുന്നുണ്ട്. അവസാനം ഇത് കേട്ട് പാവം ഫസ്റ്റ് വളർക്കെ അല്ല, ഇവൻ ഓടി, ഇവൻ വീണു, ഇവന്റെ ബോധം പോയി. വെറുതെ അല്ല, ഇവന്റെ ബോധം പോയി. ഇവന്റെ പോയി ഞാൻ പേടിച്ചിട്ട് ഞാനാണ് മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞത് ഇവൻ ഓടാൻ പോയി. ഏതോ ഒരു തെണ്ടി അവിടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് ആട്ടത്താക്ക് അതോടെ നമ്മുടെ പാവി ആശം. ഇത് പിന്നെ ഇത് വിളിയാണ്. നോബി അവിടെ എത്തി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നോബിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വഴിക്കുന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഏതോ ഒരു ബുദ്ധിമുട്ടാണ് ചേട്ടാ കിട്ടാൻ. ഇവന്റെ കിടപ്പ് കണ്ട അങ്ങനെയല്ലേ. ഇവന്റെ ആ മറ്റേ റോഡില്, നമ്മുടെ കളമശ്ശേരി റോഡിലാണ് ഇവനെ എണീപ്പിച്ച് 10 പേര് അറിഞ്ഞില്ല. അങ്ങനെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ പറയും അല്ല, അത് സംഭവം എന്ന് പറഞ്ഞാൽ അത് കോമഡി സ്റ്റാർസ് നടക്കുന്ന ടൈം. ഇപ്പം ഈ കാലിഫോർണിയയുടെ ഷൂട്ട് നടക്കുന്ന എല്ലാ ദിവസവും എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അന്ന് ട്രൂപ്പിൽ പ്രോഗ്രാം കളിക്കുന്ന സമയമാണ്. അപ്പൊ കോമഡി സ്റ്റാർസിന്റെ ഫിനാലെ എത്താറായി. അപ്പൊ എല്ലാ ദിവസവും പരിപാടിയുണ്ട്, ഇവിടെ ഷൂട്ട്. പക്ഷെ അമ്മ എല്ലാ ദിവസവും 5 മണിയാകുമ്പോൾ വീട്ടിൽ ലൊക്കേഷൻ. ഞാൻ ഇവിടുന്ന് പ്രോഗ്രാം പോകും. നെയ്യാറ്റിക്കരയ്ക്ക് എനിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് വീണ്ടും എറണാകുളത്ത് വരും, വീണ്ടും പിറ്റേന്ന് പോകും. അങ്ങനെ ഓരോ ദിവസം പ്രാർത്ഥിച്ച് അടുത്തോട്ട് പരിപാടി ഉണ്ടാവും. ആലപ്പുഴ വലിയ ഭാഗ്യമല്ലേ. ഇതെല്ലാം ട്രിവാണ്ടം തന്നെ, പോകും തിരിച്ചു വരും. അപ്പം കോമഡി സ്റ്റാർസിന്റെ ഷൂട്ടുണ്ട്, അവിടെയും പോകാൻ പറ്റിയില്ല. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഓടുന്നു. ഇത്രയും ദിവസം ഉറക്കൊണ്ടിരിക്കുന്നു, ഓടിയാലല്ലേ പറ്റൂ. എനിക്കറിഞ്ഞൂടാ, ഫസ്റ്റ് പടമല്ലേ, നമ്മൾ ഓടാൻ പറ്റൂലെന്നാന്ന് പറയാൻ പറ്റൂടാ. എങ്ങനെയും ഏറ്റവും വലിയ ടെൻഷൻ കാലിൽ കമ്പിയിട്ടേക്കുന്നു. അപ്പൊ എനിക്കൊരു പേടി, ദൈവം ഇതിന് ഊരി പോകും. ആ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട്. പിന്നെ ഓടണം, മറ്റേ പ്രഷർ എല്ലാം കൂടെ കൊണ്ട് തലചുറ്റി ശൈലം തുറപ്പിട്ടാണ് ദേഹത്ത് കൂടെ ഇങ്ങനെ പക്ഷെ ഉക്കര സീനായിരുന്നല്ലേ. എന്നിട്ട് അതിന് ഏറ്റവും വലിയ കോമഡി തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഈ അയ്യപ്പന്മാരുടെ സാധനം കറുപ്പും ഭസ്മോട്ടും ഫുള്ളും മാല. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടന്നപ്പോൾ നേഴ്സുമാർ ആന്ധ്ര എന്നാണ് പറഞ്ഞത്. അപ്പം ശബരിമല, അപ്പൊ എന്റെ കൂടെ നിന്ന ദീപം പറച്ചാല രണ്ടുപേരെ കണ്ട കറക്റ്റ് ആന്ധ്ര. അപ്പം നേഴ്സ് വന്നിട്ട് കിടക്കുകയാണ്, സ്വാമി ശബരിമല പോയതാ അവൻ തിരിച്ച് വന്നതാണ്. അപ്പൊ ദീപം പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. ഷൂട്ടിങ്ങിന് വന്നത് പെട്ടെന്ന് ഈ അയ്യപ്പന്റെ ഡ്രസ്സ് കണ്ടപ്പോഴാണ് ശബരിമല സീസൺ വരുന്നത്. പക്ഷെ എന്തായാലും അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പം ഡ്രസ് മീറ്റ് വരെ അണ്ണൻ്റെ അടുത്ത് നിന്നിരിക്കാൻ പറ്റും. വലിയ ഭാഗ്യം. നമ്മള് ഇതില്ലേ ഉണ്ടോ? അല്ല, നമ്മളെപ്പോഴും കുഴപ്പമില്ല. ഈ സിനിമയിലിപ്പോൾ ഏതെങ്കിലും നോബിയുടെ സീൻ കണ്ടിട്ട് നമ്മളതിനെ മോശം പറയുകയോ അല്ലെങ്കിൽ അത് ശരിയായില്ല, ഇതൊക്കെ ഇതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. അതായത് ഈ ഓൾമോസ്റ്റ് 48 hours ഉറങ്ങാതെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഷോ കഴിഞ്ഞ് തിരിച്ചു വന്ന് അഭിനയിക്കുന്നു, അഭിനയം കഴിഞ്ഞ് വീണ്ടും പോകുന്നു. സോ ഇതൊന്നും ഈ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പ കളിയല്ല അയാൾ കളിച്ചിട്ടുള്ളത്. അയാൾ അത്രയധികം അധ്വാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് പറയുന്ന ഏറ്റവും വലിയ സംഭവം ചിലപ്പോൾ ഈ പടത്തിൽ റോഹൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പുതിയ ആങ്കേഴ്സ് ആയിട്ട് വന്നവരും നിങ്ങളുടെ ഇതുപോലെ ഇരുന്ന ഒരാളാണ് റോഹൻ, അല്ലേ? അപ്പുറം വലിയ അച്ചീവ്മെന്റ് ആണ്. ഒരു സിനിമയിൽ പ്രധാന വേഷമാണ് ഇപ്പോൾ റോഹൻ ചെയ്യുന്നത്. എത്ര പേരുടെ സ്വപ്നമാണ്, എത്ര പേരെത്തുന്നു. അപ്പൊ അത് നമുക്ക് എന്താ പറയുക, ഇതിനെ നമ്മൾ ഇവരുടെ പിന്നിലുള്ള ത്യാഗങ്ങളോ
വിഷമങ്ങളോ അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ സ്വപ്നങ്ങൾ, അവരെക്കുറിച്ചുള്ള സ്വപ്നമൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവൻ പോരാ എന്ന് പറഞ്ഞൊരു പുതുമുഖത്ത് പറഞ്ഞു വിടുമ്പോൾ എനിക്ക് എല്ലാ കാലത്തും ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് പുതുമുഖങ്ങളുടെ ഒപ്പമാണ്. വളരെ കുറച്ചാണ് ഞാൻ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാര്യം വെച്ചാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് ആ ഒരു ഷോസിൽ എമ്പത്തറ്റിക്കായിട്ട് കാണാൻ പറ്റും. കാരണം ഞാൻ ആ ഗോൺ ത്രൂ ആ റെപ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. നോബിക്ക് അന്ന് വീണപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറ്റബോധത്തെക്കാളേറെ ഇയാള് ആ സിനിമയ്ക്ക് വേണ്ടി, സിനിമ നടനാവാൻ വേണ്ടി സഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓടുന്നത്. അതുപോലെ തന്നെയാണ് ഈ കുട്ടികളൊക്കെ. എനിക്ക് തോന്നുന്നു രാത്രി ഇപ്പോഴായിരിക്കും ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക വാട്ട് ഇറ്റ് ടേക്സ് ടു ബി എ ആക്ടർ അല്ലേ. ഇപ്പുറത്തെ ഭാഗത്ത് വന്നിരിക്കുമ്പോൾ നിരന്തരമായ മീറ്റിങ്ങുകൾ, രാത്രികളിൽ ഉറക്കമില്ലാത്ത ഷൂട്ടിങ്, ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ 4 മണിക്ക് പ്രൊഡക്ഷൻസ് വീട് വിളിക്കും, തട്ടി വിളിക്കും, വാ ഹായ് 5 മണിക്ക് ഷോട്ട് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ജേർണി ഒരു തരത്തിൽ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അതിനെ മറ്റൊരു വശത്ത് നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടി എമ്പത്തറ്റിക്കായിട്ട് ആൾക്കാർ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നീ കണ്ടുകൊണ്ടേക്കാം അനുവേട്ട. അതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞ കാലിഫോർണിയയിൽ ശരി, അതുപോലത്തെ ട്രിവാൻഡ്രം ലോഡ്ജ്, അതുപോലത്തെ സിനിമകളൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഒരു സമയത്ത് നോർമൽ ട്രാക്കിൽ പോകുന്നത് അത് ബ്രേക്ക് ചെയ്ത് ആ ക്ലീഷ ബ്രേക്ക് ചെയ്ത് നടത്തിയ ഒരു സിനിമകളായിരുന്നു അതൊക്കെ. തിയേറ്ററിൽ പ്രഷർ പല ജീവിതങ്ങളും ഒറ്റ സിനിമയിൽ കാണിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതുപോലത്തെ സിനിമകൾ ശരിക്കും മലയാള സിനിമ മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നിപ്പം അങ്ങനത്തെ സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യാനും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്ന ആളുകളിലൊക്കെ കൂടുതലാണ്. അപ്പം അതുപോലത്തെ സിനിമകൾ ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കുറയുവാണ് കൂടുതലാണ്, അത് ചെയ്യാനുള്ള മടിയാണ്. എല്ലാ കാലത്തും ഇത് നമ്മളെ ബോധർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളെ ബോധർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഡ്ജ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ട്രിവാൻഡ്രം ലോഡ്ജോ ഈവൻ കാലിഫോർണിയ ചെയ്യാൻ പറ്റില്ല. കാലിഫോർണിയ നമുക്കൊരു ഈ പറയുന്ന ഒരു ഫൺ ട്രാക്കൊക്കെ ആണെങ്കിലും അത് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ എക്കാലത്തെയും ഇഷ്ടപ്പെട്ട ചോദ്യം. അണ്ണ ബുദ്ധൻ ക്രിസ്ത്യാനിയാണ് എന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ നിഷ്കളങ്കമായി ചോദിക്കുകയാണ്. ആക്ച്വലി ആ ചോദ്യത്തിന് വേറെ അർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് ഫിലോസഫിക്കൽ മാനങ്ങളുണ്ട് അല്ലേ. കാരണം നമ്മൾ ഈ മതം എന്ന് പറയുന്നത്, മതം ഉണ്ടായിട്ട് 2000 വർഷങ്ങളോ 3000 വർഷങ്ങളോ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് 10 ലക്ഷം വർഷം ഇതൊന്നുമില്ലാതെ മനുഷ്യൻ ദൈവത്തെ പോലും കണ്ടുപിടിക്കാതെ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ഈവൻ പരസ്പരം ഒരു ടെററിസ്റ്റാണ്. അപ്പം ആ എന്താണ് മനുഷ്യന്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും, അതായത് വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറയുന്ന വളരെ പ്രൈമറി കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ ഈ വിവരക്കേടുകളിലേക്ക് പോകുന്നത്. അതിനെയാണ് ആ പടം പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തത്. സോ അന്ന് എനിക്ക് ഇന്ന് അത് ചെയ്യാൻ പറ്റുമെന്ന് സംശയമുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് ആ ഡയലോഗ് മൈറ്റ് ബി എ ബ്ലാസ്ഫമി, ഇറ്റ് ക്യാൻ ബി ഒരു മതനിന്ദയായിട്ട് പോലും ഡബ് ചെയ്യപ്പെടാം. അത് ആ അർത്ഥത്തിൽ കറക്റ്റാണ്. നമ്മൾ ഭയങ്കര കൺഫൈൻഡായി ഓരോ കാര്യങ്ങളും ഒരു സിനിമയുടെ പേര് പോലും ഇടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയെത്തി. ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അർത്ഥത്തിൽ. അത് സത്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ അന്ന് അങ്ങനൊരു പല ഇപ്പം ബ്യൂട്ടിഫുൾ ആ സമയത്ത് കുറേ അങ്ങനത്തെ സിനിമ ബ്യൂട്ടിഫുള്ളും ട്രിവാൻഡ്രം ലോഡ്ജും കാലിഫോർണിയയും പോലെ തന്നെ അതിനേക്കാൾ മനോഹരമായ സിനിമ ട്രാഫിക് എന്ന് പറഞ്ഞ പടം, അല്ലെങ്കിൽ ആഷിഖിന്റെ പടം സോൾട്ട് ആൻഡ് പെപ്പർ, ഇതൊക്കെ ഓരോ അതിന്റെ പല ഗണത്തിലും വളരെ ഈവൻ അരുണിന്റെ മുരളി എഴുതിയ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരുപാട് സിനിമ. അത് ഒരു ദാറ്റ്സ് എ സൈക്കിൾ. അതൊരു 10 years കഴിയുമ്പോൾ പിന്നെ ഇപ്പൊ വന്നപ്പോൾ ദർ വാസ് ഗിരീഷ് ഷെഡിയുടെ സിനിമകൾ വരുന്നു. സോ ആ സൈക്കിൾ ദാറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഓരോരുത്തർ അതിനകത്ത് ആവുന്നു, ഞാൻ അതിനകത്ത് ഇൻസ്ട്രുമെന്റ് ആവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു നൈരന്തര്യമാണ്. ദാറ്റ് ഗോ ഓൺ. പക്ഷെ ഞാൻ ചോദിച്ചോണ്ട് അടുത്ത് കാലിഫോർണിയക്ക് ഒരു സെക്കൻഡ് പാർട്ട് നന്നായിട്ട് ഓടും. കാര്യം ഒരു ആട് 2-3 ജനപ്രതീക്ഷിക്കുന്ന പോലെ ഒരു സെക്കൻഡ് പാർട്ടിന് പ്രതീക്ഷ. കാര്യം അത്ര ആർട്ടിസ്റ്റുകളുണ്ട് ആ സിനിമയിൽ. അല്ല ആ ഒരു തരം സിനിമ എന്ന് പറയുന്നത് ഇപ്പം കാലിഫോർണിയ കഴിഞ്ഞിട്ടാണ് ആട് വരുന്നത്. അപ്പോൾ ആട് അന്ന് തിയേറ്ററിൽ പോയില്ല, പക്ഷെ ആട് 2 ബിക്കേം ബിഗ് ഹിറ്റ്. കാരണം ആ ഒരു സ്റ്റൈലിംഗ് ഒരു റിയൽ കമേഴ്ഷ്യൽ സിനിമയുടെ സ്റ്റൈലിംഗ് ആണ്. നമുക്കൊരു പല പാരലൽ ട്രാക്കുകളെയും വെച്ചിട്ട് ലാസ്റ്റ് ഇത് കൊണ്ടുപോയി അതിനെ ഒരുമിപ്പിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു കാലിഫോർണിയയിൽ 10ഓളം ട്രാക്കുകൾ ഉണ്ടായിരുന്നു.
പല പല ക്യാരക്ടേഴ്സിന് ഇതെല്ലാം കൊണ്ടുവച്ചൊരു ക്ലൈമാക്സിൽ കൊണ്ടുവച്ച് അതായിരുന്നു അതിലെ ഫൺ, അതിലെ രസം അതായിരുന്നു എഴുത്തിൽ. അനുവേട്ട അതുപോലെ ഇപ്പൊ ലാലേട്ടനുമായിട്ട് ചെയ്യാനിരിക്കുന്ന പടം, ഇപ്പം ലാലേട്ടൻ തന്മൂർത്തിയുടെ പടത്തിനായിട്ട് ഇപ്പം മീശ വിരിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ് താഴേക്കെടുത്തത്. അപ്പം ചേട്ടൻ സിനിമയിൽ എങ്ങനെയായിരിക്കും ലാലേട്ടൻ? അല്ല, അതിനെക്കുറിച്ച് വളരെ എന്താണ് ഏർലിയാണ് അത് എങ്ങനെയായിരിക്കും എന്ന് പറയും. അതിനൊരു കറക്റ്റ് പ്രൊഡക്ഷൻ വന്നാലേ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. ഇതിനകത്ത് ഉണ്ടായിരുന്നൊരു പ്രൊഡക്ഷൻ അത് വർക്കായില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അതിന് നിലനിൽപ്പുണ്ട്. അത് കൂടുതലും എൻ്റെ ശാഠ്യമാണ്. അപ്പോൾ ആ ശാഠ്യം ആ പടത്തിൻ്റെ നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടനും പറയുന്നത് അതാണ്, കറക്റ്റ് ആൾ വരട്ടെ ആസ് എ പ്രൊഡ്യൂസർ. അങ്ങനൊരു പ്രൊഡ്യൂസർ വന്നാലേ ആ സിനിമ സംഭവിക്കുള്ളൂ. ഓടിപ്പിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട്, എനിക്ക് തൽക്കാലം വിട്ടുപോകാനുള്ള സിനിമകളുണ്ട്. ഒരു സൈഡിൽ കൂടെ ഞാനും പോകും. അപ്പോൾ ഏറ്റവും നല്ല, ഏറ്റവും ഹാപ്പി ആവുന്ന, നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ആ ഹോൾ പ്രൊഡക്ഷനും ഹാപ്പി ആവുന്ന ഒരു സ്പേസിൽ മാത്രമേ ആ സിനിമ സംഭവിക്കൂ. ഈ വർഷം ചിലപ്പോൾ നടക്കാം, അടുത്ത വർഷമായിരിക്കാം. let it happen at that time when everything is എന്താ പറയുക, rosy and happy. റോഹിത്, ഇന്നിപ്പം നമ്മുടെ മീഡിയത്തിൽ നിന്ന് ആങ്കറാണ് മീഡിയ ലൈഫിലേക്ക് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയേണ്ട വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. നമുക്കറിയാം ഇപ്പം ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗും അവിടെ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഡിഫറെന്റ് ആണ്. അതുപോലെ സെറ്റ് ലൈഫും വേറൊരു ഏറ്റവും ഡിഫറെന്റ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു സിനിമാറ്റിക് ലൈഫ്? ആദ്യം താങ്ക് യു. നല്ല ചോദ്യങ്ങൾ, നല്ല ഇന്റർവ്യൂ. അമ്മ എങ്ങനെ തെളിഞ്ഞെന്ന് പറഞ്ഞതിന് നേരത്തെ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ഞാൻ മുമ്പും പറയാനുള്ള കാര്യമാണ്, ഇന്റർവ്യൂ പറഞ്ഞതിന് ചോദിക്കാനാണ് കുറെ കൂടി എളുപ്പം എന്നുള്ള കാര്യം. കാരണം നമുക്ക് എങ്ങനെ പോകണം, എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കുറച്ചൊരു ധാരണ ഉണ്ടാവും. ഈ ചോദ്യം എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതും ആ മറുപടികളിൽ നിന്ന് എങ്ങനെയാണ് സബ് ക്വസ്റ്റ്യൻസ് പോകണമെന്നുള്ളതും നമുക്കൊരു ധാരണ ഉണ്ടാവും. ഉത്തരങ്ങൾ പറയുന്നവർക്ക് പറ്റില്ല എന്നുള്ളത്. കാരണം ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം പോകണം എന്നുള്ളത്, ഇതെങ്ങനെ വേണമെങ്കിലും മാറിപ്പോകണം, വ്യതിചലിക്കാമെന്നുള്ളത് കുറെ കൂടി എളുപ്പം അവിടെ ഇരിക്കാനാണ് എന്നുള്ളത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു ഗുണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മറ്റു നമ്മൾ ചോദിക്കാൻ സിനിമയെ കുറിച്ചാണെങ്കിലും ആ സിനിമയുടെ കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഏറ്റവും ഒരു ആകാംക്ഷയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലുണ്ടാവും എന്തിനാണ് ഉത്തരം കിട്ടാനുള്ളത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇത് പോയിരുന്നതെന്നുള്ളതിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവില്ല. ഇപ്പോൾ എന്നോട് നേരത്തെ സൂചിപ്പിച്ചത് അതാണ് യാഥാർത്ഥ്യം. ഈ സിനിമയുടെ അകത്ത് നിൽക്കുമ്പോഴാണ് എങ്ങനെയായിരുന്നു ഇവർക്ക് മുൻപ് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ എത്രത്തോളം അതിനെക്കുറിച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ പ്രയാസം ഒരു സിനിമയിലുടനീളമുണ്ട്, ആ ലൊക്കേഷനിലുടനീളമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ പ്രയാസത്തെ ഇല്ലാതെ ആക്കുന്നത് സീനിയർ ആർട്ടിസ്റ്റുകൾ അതുമായിട്ട് ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും ചോദിക്കും എങ്ങനെയാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്നുള്ളത്. ബുദ്ധിമുട്ട് നേരെ അവർക്കാണ്. കാരണം ഒരു അത്രയും വർഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ ആക്കിയെടുക്കുന്നത് വർഷങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഇന്ന് കയറി വരുന്ന ഒരാളാണ്. അപ്പം നമുക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുണ്ടാവും നമുക്കല്ല, അവർക്കാണ്. കാരണം അവർ പോകുന്ന റോഡിലേക്ക് നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ട് വരണം. നമുക്ക് അവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം അത് കുറച്ചുകൂടി ആ പ്രയാസത്തെ കുറച്ചുകൂടി അനായാസമാക്കുന്നത് അവർക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മളെ സഹകരിക്കുന്നതോട് കൂടി തന്നെയാണ്. അപ്പോൾ എന്നിട്ടിപ്പം നേരത്തെ ഷേണായി തുടക്കത്തിൽ പരിചയപ്പെടുത്തു പറഞ്ഞു ആദ്യത്തെ സീൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാറുണ്ട് നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ആദ്യമേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ സിനിമയിൽ വരുമ്പോൾ ലൊക്കേഷനിൽ ആദ്യം തന്നെ വഹിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ അതിനുവേണ്ട കൂടിയായിരുന്നു തുടക്കത്തിൽ സീൻസ് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇന്റർവ്യൂവിലാണെങ്കിലും നമ്മൾ ചോദിച്ചു കേട്ടുള്ളതാണ്, സീനിയർ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ 1-2 നമ്പറുകൾ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്നുള്ള രീതിയിലേക്ക് ഇത് ആക്ച്വലി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ്. ഇത് ഞാൻ കുറേ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഒരു സീൻ തുടങ്ങുന്നതിന് മുമ്പും അവർ ടേക്കിന് ശേഷം അതിവിടെ വന്ന് പറയുകയാണ് ചെയ്യുന്നത്, ഈ പറയുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നമ്മുടെ പ്രൊഫൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓക്കെ. അപ്പോൾ അവിടെ ഒട്ടും പരിചയമില്ലാത്ത ഒരു പുതുമത്തിനൊപ്പം ചെയ്യുന്നതിന്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊരു സൈഡിലുണ്ട്. അതും അതിനപ്പുറത്തേക്ക് മറിച്ച് വെച്ചുകൊണ്ട് ചെയ്യുന്നത് നമ്മളെ ഏറ്റവും ബെറ്റർ ആക്കാനൊപ്പം നിർത്താനാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇപ്പോൾ ഒരു സിനിമ 13-ാം തീയതി എത്തുന്നു, നമുക്ക് മുന്നൊരു വെള്ളിയാഴ്ച എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ചു കൊടുക്കുന്നത്. അതേ ഫെബ്രുവരി 13 ഒരു വെള്ളിയാഴ്ച സിനിമ എത്തുമ്പോൾ ആ സിനിമ റിലീസ് ആവുന്നേക്കാൾ മുമ്പ് കിട്ടുന്ന വലിയൊരു ആത്മസംതൃപ്തി ഉണ്ട്. അത് ഈ സമയങ്ങളോട് പോയപ്പോഴായിരുന്നു. അത് പറയാതെ വയ്യ, അത് വല്ലാതെ അനുഭവിച്ചിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ പ്രീവിയസ് പ്രൊമോഷനിൽ പറഞ്ഞു, അനൂപേട്ടനെ കുറിച്ച് പറഞ്ഞു, ഭയങ്കര എൻസൈക്ലോപീഡിയ ആണ് അനൂപേട്ടൻ. സിനിമയെ കുറിച്ച് അറിയാം, എന്താ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാം, ഭയങ്കര ഓറയാണ്, ഒരു ആപ്പിൾ പോലെയാണ് അനൂപേട്ടൻ. ശരിക്കും അത് ക്യാരി ചെയ്യുന്ന സ്റ്റാർഡം അത് ഭയങ്കര ഫീലാന്ന് പറഞ്ഞു. ഒരു വലിയ ആരാധന. എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറഞ്ഞത്?
അതിൽ തന്നെ ഇല്ലേ ഉത്തരം. നമ്മൾ ആപ്പിൾ ഫ്രൂട്ട്സിൽ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ കാണണം നമ്മൾ വളരെ അല്ലേ പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം അതിൻ്റെ ഞാൻ മുമ്പേ അനുവേട്ടോട് എന്ത് പറഞ്ഞ കേസാണ്, സിനിമയിൽ വരുന്നതിനേക്കാൾ മുമ്പ് അനുവേട്ടം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. കുറച്ചുകൂടെ എന്താ പറയുക, ഭയങ്കര പ്രിഷ്യസ് ആയിട്ടുള്ള ഭയങ്കര കോണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്. അപ്പോൾ നമുക്കതിൻ്റെ ലുക്ക് കൊണ്ടും എപ്പോഴും അനുവേണ്ടി കാണുന്ന അങ്ങനെയാണ്. സെറ്റിൽ വരുമ്പോഴും ലൊക്കേഷനിൽ വരുമ്പോഴാണെങ്കിലും നമുക്ക് ആ വരുന്നൊരു സമയത്ത് കിട്ടുന്ന ഒരു ഓൺ ഫീലിംഗ് ഉണ്ട്, നമുക്ക് ആ പ്രസൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് കാഴ്ചയിലും അതിനപ്പുറത്തേക്ക് നമുക്ക് ആക്ടറായിട്ടും റൈറ്ററായിട്ടും ഡയറക്ടറായിട്ടും ഒരു സിനിമയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമോ അതിൻ്റെ സമസ്ത മേഖലയിലും കൈവയ്ക്കുകയും അതിൻ്റെ കൈമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരാളിൽ കൃത്യമായിട്ട് ഒരു എൻസൈക്ലോപീഡിയയാണ്. അത് സിനിമയിൽ മേക്കിങ്ങിൽ മാത്രമല്ല, ഒരു സിനിമയെക്കുറിച്ച് മലയാള സിനിമയായിക്കോട്ടെ, സിനിമയെ ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളായിക്കോട്ടെ, നമുക്ക് ചുറ്റും നടക്കുന്ന സമകാല വിഷയങ്ങളായിക്കോട്ടെ, എന്ത് ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പോൾ തരുന്നത്ര പ്രസ് മീറ്റിലാണ് ഇരിക്കുന്നുണ്ടെങ്കിലും ഇപ്പം നടക്കുന്ന എന്ത് വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും അടുത്തൊരു സെക്കൻഡോട്ട് പോകാതെ ഉത്തരം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അപ്ഡേറ്റഡായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും ആങ്കറായിട്ടിരിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനായിരിക്കും ഒരു കാര്യത്തിൽ പഠിക്കുന്നുണ്ടാവുക. ഉത്തരം പറയാനുള്ള ബുദ്ധിമുട്ടുകൾ നിശ്ചയത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്ത് ചോദ്യം മുൻകൂട്ടി അറിയില്ല. ആ പക്ഷാർത്ഥത്തിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു എനിക്ക് ആപ്പിളായിരുന്നു. അത് എക്സ്പീരിയൻസ് ഞാൻ എന്തെല്ലാം കൈ മുടക്കിയിട്ടാണ് അതൊക്കെ പറയുന്നത്. നല്ല നിശ്ചയണ്ട ഇത് ഇപ്പൊ പറഞ്ഞ ഇതൊക്കെ ഓക്കെ, സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുന്നത്. ഉദ്ദേശിച്ചതൊന്നുമല്ല. അതായത് ഞാൻ ഒരു പണിയും ചെയ്യില്ല. ഫ്രിഡ്ജിനകത്ത് വെച്ച ആപ്പിൾ ഇയാളെ വെയിലത്ത് വറക്കിയില്ല. ഇയാൾ നേരത്തെ പറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ ചെയ്യില്ല. ഇയാളുടെ സൗകര്യമുള്ള രീതിയിൽ ഇയാൾ ഏതോ ഫ്രിഡ്ജിനകത്ത് വെച്ച ആപ്പിൾ അതിലൊരു തിരുത്തുണ്ട്. നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും ഒരു ആപ്പിൾ കഴിച്ച് നമ്മൾ ഭയങ്കര എനർജി വരും എന്ന് പറയുന്ന പോലെ അല്ല ചാർജ് എന്നതുപോലെ നമുക്ക് സെറ്റില് ഭയങ്കരമായിട്ട് എങ്ങനെ സീൻ എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ള ടെൻഷൻ്റെ ഇടയ്ക്ക് ആപ്പിള്, അതായത് അനുവേണ്ട പ്രസൻസ് ഉണ്ടെങ്കിൽ ആപ്പിള് കഴിച്ചു പോയി. അതെ, നൂറ് സിനിമയിൽ അഭിനയിച്ച് ഇത്രയും വർഷം ഉണ്ടായിരുന്നു. ലാലേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തുടരുമ്പോഴാണെങ്കിലും സെൽഫ് റോൾ ചെയ്ത് ഒരു ഡയലോഗ്സ് പറയുന്നുണ്ട്. പല ആർട്ടിസ്റ്റുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അനൂപേട്ട ഇത്രയും സിനിമയിൽ അഭിനയിച്ചു. അനൂപേട്ടന് സെൽഫ് റോൾ അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് ഏതെങ്കിലും സിനിമയിലെ ഡയലോഗോ അല്ലെങ്കിൽ പറയുന്ന സിറ്റുവേഷനോ ഇനിയുള്ള സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പറയണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ സിനിമകളോ ഞാൻ പല സിനിമകളും എൻ്റെ സിനിമകൾ മുഴുവൻ കണ്ടിട്ടില്ല. എനിക്കിത് ഈ പിന്നെ ഹീറോയിലെ ഡയലോഗ് അത് വളരെ കഴിഞ്ഞ എന്നോട് പലരും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആളാണ്. അപ്പം എന്നോട് പലരും കുറെ കഴിഞ്ഞിട്ട് എനിക്കിത് വന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ടീം ഉണ്ട്, രാജ് തുന്നു എന്നൊക്കെ പറഞ്ഞു, അവരുടെ ചോദിച്ചതൊക്കെ പരിപാടി സംഭവം അപ്പോഴാണ് ഇവർ എനിക്ക് അയച്ചായിരുന്നു ഇത് അതിലെ ഡയലോഗായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എനിക്കത് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഞാൻ ഒരു പൊളിറ്റിക്കലി കറക്റ്റാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇൻ ഫിലിംസ് അല്ലെങ്കിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രൈമറിലി ഒരു റൈറ്ററാണ്. റൈറ്റിങ്ങും അതിനെ ടെക്നിക്കലി ആസ് എ ഡയറക്ടർ ആസ് എ റൈറ്ററാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്ത് നിൽക്കുന്നത് ഒരു സിനിമയിൽ, അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം. ഇത് മറ്റൊരു പ്രൊഫഷനും ഇത്രയധികം പൈസ തരില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആക്ടിങ്ങിൽ സ്റ്റിക്ക് ഓൺ ചെയ്തത്. ഇത് വളരെ മുന്നേ ഞാനും ജയനും ഒരുമിച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞിട്ടേ ഇത് നിർത്താം ഇപ്പം. കാരണം വെച്ചാൽ നിനക്ക് വേറെ പടവും കുറെ നീ ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നു. സോ ലെറ്റ് സ്റ്റോപ്പ് ദിസ്, ലെറ്റ് മീ ഡു സം ഫിലിംസ് സോ ദാറ്റ് അടുക്കളയിൽ അരി വേവണ്ടേ, അപ്പൊ അത് വേവണമെങ്കിൽ അഭിനയിക്കണം. അതുകൊണ്ടാണ് പ്രധാനമായും ഇതൊന്നും ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം എൻ്റെ കൂടെ വന്ന എല്ലാ ആക്ടേഴ്സും ഇത് പാഷനാണ്, നിങ്ങളുടെ ജീവവായുവാണ്, ജീവരക്തമാണ് അഭിനയം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ സത്യം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഏറ്റവും മിനിസ്ക്യൂൾ അല്ലെങ്കിൽ ഒരു ഇൻകോൺസിക്വൻഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏറ്റവും ചെറിയ ഭാഗം ആണ് ഒരു ആക്ടർ എന്ന് പറയുന്നത്. ഈസ് ആസ് ഗുഡ് ആസ് ദ ഡയറക്ടർ ഓർ ദ റൈറ്റർ. പ്രൈമറിലി ദ റൈറ്റർ. അയാൾ എഴുതി വെക്കുന്ന കഥാപാത്രം, അയാൾ സ്വരുക്കൂട്ടുന്ന ഒരു ഒരു ബോഡി ലാംഗ്വേജും ഡിഫറൻസും ഇല്ലെങ്കിൽ ഒരു ആക്ടർ എല്ലാം ഒരുപോലെ ഇരിക്കും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇപ്പോൾ വിക്രമാദിത്യയിലെ പോലീസ് ഓഫീസറാണോ ട്രാഫിക്കിലെ അല്ലെങ്കിൽ ട്രാഫിക്കിലെയാണോ ഇതെന്ന് തനിനിറത്തിലും ചോദിച്ചാൽ
അത് ആ ബോഡി നമ്മുടെ ടെക്സ്ച്വൽ ബോഡിയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നനുസരിച്ചിരിക്കും. എനിക്കെന്നല്ല, ഏതൊരു ആക്ടർക്കും അത് തന്നെയാണ്. അപ്പോൾ മോൻ ചോദിച്ചതിനുള്ള ഉത്തരം ഇതാണ്. ഞാൻ അതത്ര എൻ്റെ പ്രൈമറി ഇൻട്രസ്റ്റ് അവിടെയല്ല. പ്രൈമറി ഇൻട്രസ്റ്റ് എനിക്ക് റൈറ്റിംഗ്, അതും പിന്നെ ആക്ടേഴ്സിനെ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇത് നേരത്തെ ഇൻസെൻ്റ് പറഞ്ഞ പോലെ അമ്പിളിയമ്മ താമര കുമ്പിളി എന്തെങ്കിലും ഉണ്ടോ, വല്ല ചിക്കനോ അത് കിട്ടോ അതുപോലെ ഇത് ഭക്ഷണം അല്ലെങ്കിൽ അടുക്കള തീ പകരാനും പടരാനുമുള്ള ഒരു മാധ്യമമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതാണ് സത്യം. അനുവേട്ട പറഞ്ഞതുപോലെ ഇപ്പൊ ചെറിയൊരു കാര്യമല്ല. ഇപ്പൊ പല ആക്ടേഴ്സും ഭയങ്കരമായിട്ട് പാഷനാണ് ഇതാണെന്നൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ അതിന് മേടിക്കുക എന്നുള്ളത് കരുതുന്നവരും ഉണ്ട്. പക്ഷെ അത് പറയുമ്പോൾ സർ പാഷൻ മാത്രമാണെങ്കിൽ പൈസ കുറച്ച് അഭിനയിച്ചോളൂ. അതാണ് അതൊക്കെ ഓക്കെ, അതൊക്കെ ഒരു പറയാവുന്നല്ലോ. ഒന്നുമല്ല, ഇത് ആക്ടർ എന്ന രീതിയിൽ ആക്ടറിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒന്ന് ഓഫ്കോഴ്സ് ഒരു സംവിധായകനും ഈ തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ കിട്ടില്ല. ആൾക്കാർ തിരിച്ചറിയില്ല, വളരെ കുറവാണ്. പൈസയും വളരെ കുറവാണ്. ഇപ്പോഴാണ് കുറച്ച് മേബി 2010 ശേഷമാണ് തിരക്കഥാകൃത്തുകൾക്ക് നല്ല പൈസ കിട്ടിത്തുടങ്ങിയത്. അതിന് മുന്നത്തെ ആൾക്കാർ നോക്കി വളരെ പിറ്റിഫുൾ എക്സിസ്റ്റൻസ് ആണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. പ്രഗത്ഭർക്ക് അവരുടെ അന്ത്യമൊക്കെ വളരെ ഈവൻ മെഡിക്കൽ ബിൽസ് കൊടുക്കാനില്ലാതെ പോയി ആയിരുന്നു. അപ്പൊ ആ ഒരു നോബിയൊക്കെ എന്തുമാത്രം പൈസ വെച്ചിട്ടാ എണ്ണില്ല. അനുവേട്ട സിനിമകളിൽ ഒരു ഒറ്റ പ്രത്യേകിച്ച് പാട്ടുകൾ ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. അപ്പൊ ആളുകൾക്ക് എന്നും പാടി നടക്കാൻ നല്ല ഓർക്കുമ്പോൾ വരികൾ കിട്ടുന്ന ലെവലിലുള്ള പാട്ടാണ്. അപ്പം എന്റെ സിനിമകളിലെ പാട്ടുകൾ എപ്പോഴും എന്തായിട്ടൊരു കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവിക്കണം എന്നൊരു ഇതാണ് നിർബന്ധമാണ്. എന്റെ എല്ലാ സിനിമകളിലും അത് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ പാട്ടുകൾ എനിക്കറിയില്ല. ഈ പാട്ടുകൾ അത് ഉരുവം കൊണ്ടതൊന്നും എനിക്കറിയില്ല. ചില സിനിമകൾ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പാട്ടുകൾ നല്ലതാവണം. പ്രത്യേകിച്ച് ഞാൻ എഴുതുന്ന സിനിമകളിലെയും ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളിലെയും ഉറപ്പായിട്ട് ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഗീതം എന്ന് പറയുന്നത്. നോബി പഠിച്ചിട്ടുള്ള അത്ര ഞാൻ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും രണ്ടുപേരും ഞങ്ങൾക്ക് പാടാമോ? എന്റെ സംഗീതത്തിൽ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ പാടായിരുന്നു. ആ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല മക്കളെ, നിങ്ങൾക്ക് ജേർണലിസ്റ്റുകളല്ലേ, എന്തെങ്കിലും പറയണം. വീഡിയോ എടുക്കുന്ന ജോബിച്ചേട്ടനും തങ്കച്ചേട്ടനും സ്റ്റാർ മാജിക്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവരെയും ഇഷ്ടമായിട്ടില്ല. പക്ഷെ അതില് നിങ്ങളൊരു കോമ്പിനേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് രണ്ടുപേരും പറയുന്ന കൗണ്ടേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ രണ്ടുപേരും പിന്നെ ഒന്നിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ ഒരു പരിപാടിയാണല്ലോ സെറ്റിൽ, പിന്നെ അതായത് ഷൂട്ടിന് ഒന്നിക്കുന്ന ഒരു പരിപാടി. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അപ്പൊ സ്റ്റേജിലായാലും പിന്നെ ഇപ്പം മീഡിയയിൽ വന്നപ്പോഴേ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഈ സിനിമയിൽ അവർക്ക് തങ്കത്തിന് എപ്പോഴും കണ്ടാലും പഴയതുപോലെ തന്നെ തോന്നുന്നു. ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ ആദ്യം കുറേ തമാശകൾ കാണും. അതിൻ്റെ കുറേ തമാശ കാണും. അത് കേട്ട് ചിരിക്കുകയാണ് എൻ്റെ ജോലി. ഞാൻ വരുമ്പോൾ സഞ്ചിയിൽ കുറെ തമാശ കൊണ്ടുവരും. സിനിമയിൽ എത്രത്തോളം നിങ്ങൾ രണ്ടുപേരുള്ള കോമഡീസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? അത് എത്രത്തോളം പ്രതീക്ഷിക്കാം? ഒരു കടുക് മണിയോളം. അത് രണ്ടർത്ഥമുണ്ട്. കടുക് ചെറുതാണ്. ത്രില്ലർ പടമല്ലേ, അവൻ കോമഡി അതെ, കോമഡി ഉണ്ടാവും പറഞ്ഞു കാരണം ഫൈറ്റാണ്. ഈ പാട്ട് രണ്ടുപേര് പാടാൻ വേണ്ടി അനൂപ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഞാനൊരു പാട്ടിൻ്റെ രംഗം കണ്ടാണ് എനിക്ക് കൂടുതലും അനൂപ് സാറിൻ്റെ അടുത്തുള്ളൊരു ഇഷ്ടം കൂടിയത്. അതെപ്പോഴും ഞാൻ പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടാണ്. പാതിമായും ചന്ദ്രലേഖേ നോവറിഞ്ഞും നെയ്മെരഞ്ഞും പ്രാവുപോൽ നീ തെളിയോ നെഞ്ചിലേതോ ലാലലാലും എന്തിനീ സാന്ദ്രമാം പാതിമായും
എവിടെയും രണ്ടുപേരും പാടുന്ന സമയത്ത് ചെറിയ ചെറിയ തെറ്റുകൾ അവിടെ വരാം, വരിയിലും ടൂണിലൊക്കെ. എന്നാലും ആ പാട്ടിൻ്റെ ഇഷ്ടം ആണ് കൂടുതലും സാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കണമെന്ന് വരെ ആഗ്രഹിച്ചത്. അതുകൂടെ സാധിച്ചു. പിന്നെ നോബി ഒരു പാട്ട് പാടുമെന്നൊക്കെ ചോദിച്ചാൽ നോബി ഏറ്റവും കൂടുതൽ സംഗീതം പഠിച്ചിട്ടുണ്ട്. കൂടുതൽ നോബി പാടുന്നത് 6-ാം നമ്പറിലെ സോങ്ങാണ്. അതിൽ ആ സോങ്ങിൻ്റെ നീട്ടൊക്കെ എടുത്തിട്ട് നോബി എടുത്ത് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് വന്നാലും റൂമിൽ പോയി ശ്വാസം അല്ല, എടുത്തു വെച്ചിട്ട് വീട്ടിൽ പോയി വന്നാലും ആ നീട്ട് അങ്ങനെ വലിയ നോബി അല്ല ഈ പാട്ട് ഇവിടെ വെച്ച് പാടാൻ സാധിച്ചു. അല്ല ക്ഷമിക്കണം, തെറ്റൊന്നുമല്ല. അത് ഇത് ഭയങ്കര പുതുതാണ്. കാരണം വെച്ചാൽ എല്ലാവരും എൻ്റെ സിനിമകളിലെ പാട്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കിളികൾ പറഞ്ഞു പറയും, എൻ്റെ ആമഴയിൽ പറയും. ഇത് ആദ്യമായിട്ടാണ് ഒരാൾ ഈ പാട്ടിനെ കുറിച്ച്. അത് ആക്ച്വലി ഈ പാട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇത് ചക്രം എന്ന് പറയുന്ന ലാലേട്ടനും ദിലീപേട്ടനും കൂടെ ചെയ്യേണ്ട പടത്തിന് പുത്തഞ്ചേരി എഴുതി രവീന്ദ്രന്മാർ സംവിധാനം ചെയ്ത പാട്ടാണ്. അത് ഞങ്ങൾ വാങ്ങിക്കുകയായിരുന്നു ഈ പാട്ടിന് വേണ്ടി. അതിന്റെ ഒരു എസൻസിൽ അത് ആ പാട്ട് നമ്മുടെ പല മുല്ലശ്ശേരി ആ പടത്തിന് നമുക്ക് ഈ പാട്ട് ഷൂട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു പാട്ട് പ്രത്യേകിച്ചും മാഷിന്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയ സമയം എന്ന് പറയുന്നത് വെറും 6 മണിക്കൂറാണ്. 6 മണിക്കൂറിലാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മിനിമം 3 ദിവസം നമുക്കുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഇത് കാണുമ്പോൾ അത് കുറച്ചുകൂടെ നല്ല ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നും. പക്ഷെ നമ്മൾ 6 മണിക്കൂറേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി, ആ സിനിമയുടെ സാമ്പത്തിക സ്ഥിതി അതാണ്. 6 മണിക്കൂറിലാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. നമ്മൾ ഈ പടത്തിൽ 6 മണിക്കൂറിൽ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. റോവനും അനക്കെയുള്ള ഒരു പാട്ട് നമ്മൾ 6 മണിക്കൂറിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പാടുന്ന ആശയം അല്ലേ? ഒക്കെയാണ് രസം. അനുപേട്ട, ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കൃത്യമായ ഒരു വർക്കിംഗ് അവേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന നമുക്ക് എത്രയും പെട്ടെന്ന് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് സിനിമ തീർക്കാന്നുള്ളതാണ്. അപ്പോൾ പടം എന്ന് പറയുന്നത് തീർക്കാന്നുള്ളതാണ്. അപ്പം വർക്കിംഗ് അവേഴ്സ് ഇങ്ങനെ കൃത്യമായിട്ടില്ല. 19 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തു. അപ്പം ഒക്കെ അത് ഇടപെട്ട് ഇപ്പം നാളെ മുതൽ 12 മണിക്കൂർ ആണ് ഒരു നോർമൽ വർക്കിംഗ് ടൈം അവേഴ്സ് പോലെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അനുപേട്ടൻ ഒരു ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസറാണ്. അപ്പം ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നത്? ഇങ്ങനെ ഒരു വർക്കിംഗ് അവേഴ്സ് 12 മണിക്കൂർ മാത്രം എന്നുള്ള ലെവലിൽ വരുമ്പോൾ അല്ല, ഇതിനെ 2 തരത്തിലാണ് ഇത് കാണേണ്ടത്. ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 12 hours എന്ന് പറയുന്നത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മാതിരി പ്ലാനിങ് നമ്മൾ സ്ക്രിപ്റ്റ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകും. ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ സിനിമകൾ പലപ്പോഴും സെറ്റിൽ എഴുതിയിട്ടുള്ള സിനിമകളുണ്ട്. പക്ഷെ എൻ്റെ സിനിമകളിൽ എനിക്ക് തോന്നുന്നത് ലോഡ്ജ് ഷൂട്ട് ചെയ്തത് 21 ദിവസം, ബ്യൂട്ടിഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 19 ദിവസമുണ്ട്, പത്മ ഷൂട്ട് ചെയ്തത് 12 ദിവസമുണ്ട്, സിൻഡ്രല്ല എന്ന് പറഞ്ഞ സിനിമ അത് 9 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്കതിന് ഒരു ജഡ്ജ്മെന്റിലായിട്ടോ ഒരു കാറ്റഗോറിക്കലായിട്ടോ പറയാൻ അറിയില്ല. കാരണം അങ്ങനെ എൻ്റെ സിനിമകളൊന്നും 24 മണിക്കൂർ ഷൂട്ട് ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോഴും ഇവരൊക്കെ അറിയാം എപ്പോൾ എല്ലാവരും അനുപേട്ട എന്തിനു വേണം എന്ന് പറയുന്ന ഒരു, പക്ഷെ നമ്മുടെ സിനിമകളൊക്കെ 10 ദിവസം 15 ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഒരു വലിയ മേനിയായിട്ട് പറയുന്നതല്ല. നമുക്ക് അത്ര ഇപ്പം പത്മ എന്ന് പറഞ്ഞ പടത്തിൽ എനിക്ക് തോന്നുന്നു 40 സീനാണ് മൊത്തം, 2 മണിക്കൂറാണ്, 8 പാട്ടും ആ സിനിമയിൽ അല്ലേ, 7 songs, 7 പാട്ട്. പക്ഷെ 12 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. പത്മ അത് മതിയോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാം. പക്ഷെ നമ്മുടെ സാമ്പത്തിക ഭദ്രത അത്രയുള്ളൂ. ഇതെല്ലാം സാമ്പത്തിക ഭദ്രത അനുസരിച്ചിരിക്കും. ഇപ്പോൾ എന്താണ് ഒരു എക്സൽ എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ഒരു കരൺ ജോഹർ പ്രൊഡക്ഷൻസോ ഒരു യഷ്ടാജ് ഫിലിംസോ ഒക്കെ വരുമ്പോൾ 12 മണിക്കൂറൊക്കെ ജോലി ചെയ്താലും നമ്മൾ ഹാപ്പിയാണ്, നമുക്ക് സന്തോഷമുള്ള കാര്യം. 12 മണിക്കൂർ ജോലി ചെയ്താൽ പറയും. അല്ല, ഇപ്പൊ ആ ടൈമിങ്ങിൽ പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ 16 ദിവസം ആദ്യത്തെ 4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രമുഖ നടന്മാരെയാണെന്ന് അതിനകത്ത് പ്രത്യേക കോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ സെറ്റിലൊക്കെ ഈ നടന്മാർ മൂലമാണ് ഇങ്ങനെ ലേറ്റ് ആവാറ്. എന്റെ സെറ്റുകളിലൊന്നും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. നടന്മാര് വരാതെ വെയിറ്റ് ചെയ്ത കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതൊക്കെ. പക്ഷെ എൻ്റെ സിനിമകളിലൊന്നും തന്നെ
അത് വലിയ ആക്ടേഴ്സിൻ്റെ ഇപ്പം ഞാൻ മോഹൻകടുത്തും ലാലട്ടോടും സുരേഷേട്ടനോടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊന്നും നമ്മൾ വരുന്നതിനേക്കാളും മുന്നേ വന്നിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ലേറ്റായി വരുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മയിലില്ല. എൻ്റെ സിനിമകളിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടാവാം.